പ്രത്യേകിച്ച് വയ്ക്കാൻ ആവശ്യം. ആ ഓൺ ചെയ്യാം. ഓം ശാന്തി. 27/3/2022. മുരളിയുടെ റിവൈസ് ഡേറ്റ് ആണ് 7/3/1990. रूलिंग तथा कंट्रोलिंग पवर से स्वराज्य की प्राप्ति. रूलिंग पवरलूടെ रूलिंग अथवा कंट्रोलिंग पवरलൂടെ स्वराज्यത്തിന്റെ प्राप्ति. आज बच्चों के स्नेही बाप दादा हर एक बच्चे को विशेष दो बातों में चेक कर रहे थे. ഇന്ന് കുട്ടികളുടെ സ്നേഹിയായ ബാപ്ദാദ തന്റെ ഓരോ കുട്ടികളിലും വിശേഷിച്ചും 2 കാര്യങ്ങൾ ചെക്ക് ചെയ്യുകയായിരുന്നു. ഇന്ന് കുട്ടികളുടെ സ്നേഹിയായ കുട്ടികളെ അത്യധികം സ്നേഹിക്കുന്ന സ്നേഹിയായ ബാപ്ദാദ തന്റെ ഓരോ കുട്ടികളിലും വിശേഷിച്ചും 2 കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. स्नेह का प्रत्यक्ष स्वरूप बच्चों को संपन्न और संपूर्ण बनाना है. ബാബയുടെ സ്നേഹത്തിന്റെ പ്രത്യക്ഷ സ്വരൂപം കുട്ടികളെ സമ്പന്നവും സമ്പൂർണവുമാക്കി മാറ്റണം. അപ്പൊ ബാബയ്ക്ക് കുട്ടികളോടുള്ള സ്നേഹത്തിന്റെ പ്രത്യക്ഷ സ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? കുട്ടികളെ ബാബ എന്തിനാ വന്നിരിക്കുന്നത്? കുട്ടികളെ സമ്പന്നവും സമ്പൂർണവുമാക്കി മാറ്റണം. हर एक में रूलिंग पवर और कंट्रोलिंग पवर कहां तक आई है. അപ്പൊ ബാബ നോക്കാണ് ഓരോ കുട്ടികളിലും റൂളിംഗ് പവറും കൺട്രോളിംഗ് പവറും എത്രമാത്രം വന്നിട്ടുണ്ട്. ബാബ കുട്ടികളിൽ പരിശോധിക്കുന്നത് ഇതാണ് ഓരോ കുട്ടികളിലും എത്രമാത്രം റൂളിംഗ് പവർ കൺട്രോളിംഗ് പവർ എത്രമാത്രം വന്നിട്ടുണ്ട്. സ്വയത്തിന്റെ സ്വരാജ്യ അധികാരിയായിട്ട് സ്വന്തം കർമ്മേന്ദ്രിയങ്ങളെയും സൂക്ഷ്മമായിട്ടുള്ള ജ്ഞാനേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനുള്ള ശക്തി എത്രമാത്രം നമ്മളിൽ കൈവന്നിട്ടുണ്ട് എന്ന് ബാബ കുട്ടികളിൽ ചെക്ക് ചെയ്യായിരുന്നു. ജैसे शरीर की स्थूल कर्मेंद्रिया आत्मा के कंट्रोल में चलती हैं. എങ്ങനെ ശരീരത്തിന്റെ സ്ഥൂല കർമ്മേന്ദ്രിയങ്ങൾ ആത്മാവിന്റെ നിയന്ത്രണത്തിലാണ് പോകുന്നത്. ജബ് ചാഹെ ജैसे चाहे जहां चाहे वैसे चला सकते हैं. നമുക്ക് നമ്മുടെ കൈകാലുകൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എവിടെ എപ്പോൾ എങ്ങനെ ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ നമുക്ക് നമ്മുടെ കൈകാലുകളെ ചലിപ്പിക്കാൻ സാധിക്കുന്നു. അതേപോലെ ബാബ പറയാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ അറിയാം. ശരീരത്തിന്റെ കർമ്മേന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ അറിയാം. ഇപ്പൊ നമ്മൾ ഇരുന്ന് 1 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും സമയം നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് നമുക്ക് വേറിട്ട് എന്താണ് അത്രയും ആ ശരീര സ്ഥിതിയിൽ ഇരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നു. ഇനി നമ്മൾ വിചാരിക്കാണ് ഇപ്പോ പോകണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ എണീറ്റ് പോകുന്നു. ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ കൈകാലുകൾ പ്രവർത്തിക്കുന്നു. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എപ്പോൾ ആഗ്രഹിക്കുന്നു അതുപോലെ നമ്മുടെ കൈകാലുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അതേപോലെ ബാബ ഇവിടെ പറയാണ് जैसे हाथ पांव स्थूल शक्तियां ऐसे मन बुद्धि संस्कार आत्मा की सूक्ष्म शक्तियां हैं. എങ്ങനെ കൈകളും കാലുകളും പോലെ നമ്മുടെ സ്ഥൂലമായ ശക്തികൾ പോലെ മനോബുദ്ധി സംസ്കാരം ആത്മാവിന്റെ സൂക്ഷ്മ ശക്തികളാണ്. നമ്മുടെ കൈകാലുകൾ നമ്മുടെ സ്ഥൂല ശക്തികളാണ്. പറയും രാവിലെ എണീറ്റിട്ട് നടക്കുന്നത് ഭയങ്കര നല്ലതാണ്. കാരണം നമ്മുടെ കാലുകളിലാണ് എല്ലാം കാലിന് നല്ല നമ്മൾ നടക്കാന്ന് പറയുമ്പോ കാലിലാണ് എല്ലാന്ന് ഒരിക്കൽ ഇതില് വന്നതാണ്. എന്താണ് വാട്സപ്പില് കാലിനാണ് നമുക്ക് ഏറ്റവും പവർ. അപ്പോ എല്ലാ നാഡീവ്യൂഹങ്ങളുടെയും ഒക്കെ അപ്പൊ അതുകൊണ്ട് നടക്കാന്ന് പറയുന്നത് ഭയങ്കര നല്ലതാണ്. അത് മുഴുവൻ ശരീരത്തിനും ഭയങ്കര നല്ലതാണ്. അതിന് പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോ നമ്മുടെ കൈയും കാലുകളും എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശക്തികളാണ്. കാരണം അതുപയോഗിച്ചാണ് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നതും നമ്മൾ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നതും. അല്ലെ? നമ്മുടെ ഇപ്പോ ചില വ്യക്തികളുടെ കാലിന്റെ ചലനശേഷി ഇല്ല. അപ്പൊ ആ വ്യക്തി ആഗ്രഹിക്കുന്ന പോലെ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടത്താൻ പറ്റുമോ? ഓടി നടക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോ അതേപോലെ നമ്മുടെ കൈകാലുകൾ നമ്മുടെ പവറാണ്. അതേപോലെ ബാബ പറയാണ് മനോബുദ്ധി സംസ്കാരം എന്ന് പറയുന്നത് ആത്മാവിലെ സൂക്ഷ്മ ശക്തികളാണ്. ഈ സൂക്ഷ്മ ശക്തികളുടെ മേൽ അല്ലെ നമുക്ക് എന്ത് വേണം? കൺട്രോളിംഗ് പവർ ആവശ്യമാണ്. मन बुद्धि को संस्कारों को जब चाहे जगह चाहे जैसे चाहे जितना समय चाहे ऐसे कंट्रोलिंग पवर റൂളിംഗ് പവർ ആയി ഹെ. അല്ലെ ബാബ ചോദിക്കാണ് അല്ലെ എങ്ങനെ നമ്മുടെ സ്ഥൂല ശക്തികളുടെ മേലെ സ്ഥൂല കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ നമ്മൾ നിയന്ത്രണം ചെലുത്തുന്നുവോ അതേപോലെ സൂക്ഷ്മ ശക്തികളുടെ മേലെയും മനോബുദ്ധി സംസ്കാരത്തിന്റെ മേലെയും നമുക്ക് കൺട്രോളിംഗ് പവർ ആവശ്യമാണ്. അതായത് നമ്മുടെ മനസ്സ്, ബുദ്ധി, സംസ്കാരത്തെ നമ്മൾ എപ്പോൾ ആഗ്രഹിക്കുന്നുവോ, എങ്ങനെ ആഗ്രഹിക്കുന്നുവോ, എവിടെ ആഗ്രഹിക്കുന്നുവോ, എത്ര സമയം നമ്മൾ ആഗ്രഹിക്കുന്നുവോ, നമുക്ക് അതിനെ തന്റെ നിയന്ത്രണത്തിലൂടെ നടത്തുവാൻ സാധിക്കണം. അപ്പൊ ബാബ പറയാണ് നമുക്ക് റൂളിംഗ് പവർ, കൺട്രോളിംഗ് പവർ നമുക്ക് എത്രമാത്രം വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ മനോബുദ്ധി സംസ്കാരങ്ങളെ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ അതിനെ പ്രവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ബാബ ചോദിക്കുകയാണ്. അപ്പോ അതിന്റെ മേലെ നമുക്ക് എത്രമാത്രം ഭരണശക്തി അല്ലെ നിയന്ത്രണ ശക്തി കൈവന്നിട്ടുണ്ട്. ക്യോങ്കി ഇസ് ബ്രാഹ്മൺ ജീവൻ മേ മാസ്റ്റർ ഓൾമൈറ്റി അതോറിറ്റി ബൻതേ ഹോ. ഈ ബ്രാഹ്മണ ജീവിതത്തിലാണ് നമ്മൾ ആരായിത്തീരുന്നത്? മാസ്റ്റർ ഓൾമൈറ്റി അതോറിറ്റി. നമ്മൾ ആരാണ്? സർവശക്തിവാനായ അച്ഛന്റെ കുട്ടികൾ. മാസ്റ്റർ സർവശക്തിവാനാണ്. അപ്പൊ നമ്മള് മാസ്റ്റർ സർവശക്തിവാനായിട്ടുള്ള കുട്ടികളാണ്. ഈ സമയക്ക് പ്രാപ്തി സാരാ കൽപ്പ് രാജ്യരൂപ് പൂജാരി കെ രൂപേ ചലത്തി രഹതി ഹെ. ബാബ പറയാണ് ഈ സമയത്തെ പ്രാപ്തികളാണ് മുഴുവൻ കൽപ്പത്തിലും രാജ്യത്തിന്റെ രൂപത്തിൽ, പൂജാരിയുടെ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെ? അതായത് നമ്മള് രാജ്യം ഭരിക്കാനുള്ള ശക്തി നമ്മൾ ആർജിക്കുന്നതും അല്ലെ പിന്നീട് നമ്മൾ പൂജനീയ ദേവതയുടെ രൂപത്തിൽ പൂജിക്കപ്പെടുന്നതും പിന്നെ നമ്മൾ ശ്രേഷ്ഠമായ ഭക്തനായി, ശ്രേഷ്ഠമായ പൂജാരിയായി, ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തന്റെ റോള് നമ്മൾ അഭിനയിക്കുന്നതും എല്ലാം ബാബ പറയാണ് ഈ സമയത്തെ പ്രാപ്തികളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഈ സംഗമയുഗത്തിലെ ബ്രാഹ്മണ ജീവിതത്തില് നമ്മൾ എങ്ങനെയായിരിക്കണം? സർവശക്തിവാന്റെ കുട്ടികള് എല്ലാ ശക്തികളും കരസ്ഥമാക്കിയിട്ടുള്ള അല്ലെ എല്ലാ ശക്തികളെയും കരഗതമാക്കിയിട്ടുള്ള മാസ്റ്റർ സർവശക്തിവാനായിരിക്കണം. അല്ലെ? ബാബ പറയാണ് ഇവിടെ നേടുന്ന പവറാണ് മുഴുവൻ കൽപ്പത്തിലും നമ്മുടെ കൂടെ വരുന്നത്. जितना ही आधा कल्प विश्व के राज्य का सत्ता प्राप्त करते हो उस अनुसार ही जितनी शक्तिशाली राज्यपद और पूज्यपद मिलता है. ബാബ പറയാണ് അരക്കൽപ്പകാലം നമ്മൾ വിശ്വത്തിന്റെ രാജ്യം ഭരിക്കാനുള്ള ശക്തി പ്രാപ്തമാക്കാണ്. അല്ലെ? വിശ്വരാജ്യത്തെ നിയന്ത്രിക്കാൻ, വിശ്വരാജ്യം പ്രാപ്തമാക്കാനുള്ള ആ വിശ്വരാജ്യത്തിന്റെ ശക്തി, ആ രാജ്യഭാഗ്യത്തിന്റെ ശക്തി നമ്മൾ പ്രാപ്തമാക്കുകയാണ്. ബാബ പറയാണ് അതിനനുസരിച്ച് നമുക്ക് വളരെ ശക്തിശാലിയായിട്ടുള്ള രാജ്യ പദവിയും പിന്നെ പൂജനീയ പദവിയും ലഭിക്കും. നമ്മുടെ പൂജനീയ പദവി പോലും അത്രയും ഉയർന്നതായിരിക്കണമെങ്കിൽ ബാബ പറയാണ് അല്ലെ പൂജനീയ പദവിക്ക് വ്യത്യാസമില്ലേ? എല്ലാവരുടെയും പൂജനീയ പദവി ഒരുപോലെ അല്ലല്ലോ. അപ്പൊ ബാബ പറയാണ് ഉയർന്ന ശക്തിശാലിയായിട്ടുള്ള പൂജനീയ പദവിയും ശക്തിശാലിയായിട്ടുള്ള രാജ്യ പദവിയും നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് അല്ലെ അരക്കൽപ്പകാലത്തേക്ക് നമ്മൾ ഇവിടെ എന്ത് നേടുകയാണ്? രാജ്യത്തിന്റെ ശക്തി നേടുകയാണ്. പിന്നെ പൂജനീയ പദവിയുടെ ശക്തി, അതുപോലെ തന്നെ ഉയർന്ന ഭക്തന്റെ റോള് അഭിനയിക്കാനുള്ള ആ പവർ നമ്മൾ നേടുകയാണ്. ഈ സമയത്താണ് ഈ ശക്തികളെല്ലാം നമ്മൾ നേടുന്നത്. അതായത് റൂളിംഗ് പവർ, കൺട്രോളിംഗ് പവർ നമ്മൾ ആർജിക്കുന്നത് ഇവിടെയാണ്. ഉത്തനാഹി ഭക്തി മാർഗമേ ശ്രേഷ്ഠ പൂജാരി ബനത്തെ ഹോ. അപ്പൊ നമ്മൾ എത്രത്തോളം ശക്തിശാലിയായിട്ടുള്ള രാജ്യ പദവിയും ശക്തിശാലിയായിട്ടുള്ള പൂജനീയ പദവിയും നമ്മൾ പ്രാപ്തമാക്കുന്നുവോ അല്ലെ ഈ സമയത്ത് നമ്മൾ എത്രമാത്രം ആ മാസ്റ്റർ സർവശക്തിവാന്റെ സ്ഥിതിയിലേക്ക് നമ്മൾ വരുന്നുണ്ടോ ബാബ പറയാണ് അത്ര തന്നെ ഭക്തിമാർഗത്തിൽ നമുക്ക് ശ്രേഷ്ഠ പൂജാരിയാകാൻ സാധിക്കും. എന്നുവെച്ചാൽ ഭക്തരിലും നമുക്ക് ഉത്തമനാകാൻ, ശ്രേഷ്ഠനാകാൻ സാധിക്കുന്നു. ഭക്തി മേ ബി ശ്രേഷ്ഠ ആത്മാക്കി मन बुद्धि संस्कार के ऊपर कंट्रोलिंग पवर रहती है. ഭക്തിയില് പോലും ശ്രേഷ്ഠ ആത്മാവ്, ഭക്തി ചെയ്യുന്ന ശ്രേഷ്ഠ ആത്മാവിന്റെ മനോബുദ്ധി സംസ്കാരത്തിന്റെ മേലെ അവർക്ക് കൺട്രോളിംഗ് പവർ ഉണ്ടായിരിക്കും. അപ്പൊ ഭക്തിയില് പോലും അതുണ്ട്.
അല്ലെ? കാരണം എന്താന്ന് വെച്ചാല് ഒരു ഭക്തന് എന്തുകൊണ്ടാണ് മനോബുദ്ധി സംസ്കാരങ്ങളുടെ മേലെ നിയന്ത്രണം ഉണ്ടായിരിക്കുന്നു പറയുന്നത്? അവര് ഒരു എന്താണ് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരൊരു വ്രതം അനുഷ്ഠിക്കുകയാണ്. അതിൽ അവരെത്ര സ്ട്രോങ് ആണ് അല്ലെ? അവര് അവരുടെ വ്രതങ്ങളൊക്കെ കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്നു. അപ്പോ അവര് ഭക്തിയില് അവര് ചെയ്യുന്ന കാര്യങ്ങളില് അവര് സ്ട്രോങ് ആണ്. അപ്പൊ അവർക്ക് അവരെ നിയന്ത്രിക്കാനുള്ള ശക്തി ഉണ്ടെന്നല്ലേ എന്റെ അർത്ഥം? അല്ലെ? അവരുടെ മനോബുദ്ധി സംസ്കാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ശക്തിയുണ്ട്. അല്ലെ? വീട്ടിലുള്ളവര് ആഹാരമൊക്കെ പാചകം ചെയ്ത് കഴിക്കുന്നുണ്ടാവും. ഇവര് വ്രതമായിരിക്കും. അപ്പൊ എത്ര സമയം ഇപ്പൊ പണ്ടൊക്കെ അയ്യപ്പസ്വാമിയുടെ അടുക്ക പോകാൻ 41 ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുന്നു. അപ്പൊ ഈ 41 ദിവസം അവര് പവിത്രത പാലിക്കുന്നു, ആഹാരശുദ്ധി പാലിക്കുന്നു. അല്ലെ? ഇതെല്ലാം അവര് മാത്രമാണ് ആ വീട്ടിൽ പാലിക്കുന്നത്. അപ്പൊ അത് പാലിക്കുമ്പോൾ ആ ശ്രേഷ്ഠ ഭക്തന് എത്രമാത്രം സ്വനിയന്ത്രണ ശക്തിയുണ്ട് അല്ലേ? അപ്പൊ അതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതാണ് ബാബ പറയുന്നത് അല്ലെ? മനോബുദ്ധി സംസ്കാരങ്ങളുടെ മേലെ ഭക്തരില് ശ്രേഷ്ഠ ആത്മാവായിരിക്കുന്ന വ്യക്തിക്ക് പോലും കൺട്രോളിങ് പവർ ഉണ്ട്. ഭക്തോ മേ ബി നമ്പർ വാർ ശക്തിശാലി ഭക്ത് ബനത്തെ ഹേ. ഭക്തര് പോലും നമ്പർ വാർ ആയിട്ടാണ് ശക്തിശാലി ഭക്തരാകുന്നത്. അർത്ഥാത് जिस इष्ट की भक्ति करनी चाहे जितना समय चाहे जिस विधि से करने चाहे ऐसी भक्ति का फल भक्ति की विधि प्रमाण സന്തുഷ്ടത ഏകാഗ്രത की शक्ति और खुशी प्राप्त होते हैं. അപ്പൊ ബാബ പറയാണ് ഏത് ഇഷ്ടദേവതയുടെ ഭക്തിയാണോ അവർ ചെയ്യുന്നത്, എത്ര സമയം അവർ ഭക്തി ചെയ്യുന്നുണ്ട്, എങ്ങനെ ഏത് വിധിയിലൂടെ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ഭക്തരും സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ബാബ പറയില്ലേ ഭക്തര് 5 മണി മുതല് ഭക്തി ചെയ്യാണ്. അപ്പൊ ആ ഭക്തി ചെയ്യുമ്പോൾ എത്ര സമയം അവര് ഇഷ്ടദേവതയെ ഭജിക്കുന്നുണ്ട്, എത്ര സമയം അവർ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, ഏത് വിധിയിലൂടെ അവര് ഭക്തി ചെയ്യുന്നുണ്ടോ ആ ഭക്തിയുടെ ഫലം അവർക്ക് എന്താണ്? ഭക്തിയുടെ വിധിയിലൂടെ എന്ത് ലഭിക്കുന്നുണ്ട്? സന്തുഷ്ടത, ഏകാഗ്രതയുടെ ശക്തി, സന്തോഷം. ഭക്തരും വിധിപ്രകാരം ഭക്തി ചെയ്യുമ്പോ അല്ലെ അവർക്കും എന്ത് ലഭിക്കുന്നുണ്ട്? അവരും എത്ര സമയം അല്ലെ എത്ര സമയം ഇരുന്ന് അവര് ഭക്തി ചെയ്യുന്നുണ്ട് അവരുടെ ഇഷ്ടദേവതയുടെ അല്ലെ ഏത് വിധിയിലൂടെ ചെയ്യുന്നുണ്ട്. ബാബ പറയാണ് ആ ഭക്തിയുടെ ഫലം ഭക്തിയുടെ വിധി അനുസരിച്ച് അവർക്ക് എന്ത് കിട്ടും? ഭക്തർക്കും ലഭിക്കും സന്തുഷ്ടത, ഏകാഗ്രത, ശക്തി, സന്തോഷം. അവർക്കും ഈ 4 പ്രാപ്തികള് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഭക്തർക്ക് ഭക്തിയിലെ ലഹരിയില്ലേ? ഭക്തിക്കുണ്ട് ലഹരി, ജ്ഞാനമാർഗത്തിൽ മാത്രമല്ല ലഹരി. ഒപ്പം അവർക്ക് ശക്തി ലഭിക്കുന്നുണ്ട്, ഏകാഗ്രതയുണ്ട്, സന്തുഷ്ടതയുണ്ട്. लेकिन രാജ്യപद और भक्ति के शक्ति की प्राप्ति का आधार ये ब्राह्मण जन्म है. ബാബ പറയാണ് രാജ്യപദവിയുടെയും ഭക്തിയുടെ ശക്തിയുടെയും പ്രാപ്തിയുടെ ആധാരം എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണ ജന്മമാണ്. അപ്പോ രാജ്യപദവി നമ്മൾ നേടുന്നതിന്റെയും ഭക്തിയുടെ ശക്തിയുടെ പ്രാപ്തിയുടെ ആധാരം എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണ ജന്മമാണ്. ഈ സംഗം യുഗ കാ छोटा सा एक जन्म सारे कल्प के सर्व जन्मों का आधार है. ബാബ പറയാണ് ഈ സംഗമയുഗത്തിലെ ചെറിയ ജന്മം അല്ലെ, സംഗമയുഗം തന്നെ ചെറിയ യുഗമാണ്, ഇവിടുത്തെ ബ്രാഹ്മണ ജന്മം തന്നെ ചെറിയ ജന്മമാണ് അല്ലെ. ബാബ പറയാണ് ഈ കൊച്ചു ജന്മം മുഴുവൻ കൽപ്പത്തിലും സർവ്വജന്മങ്ങളുടെയും ആധാരമാണ്. ജैसे राज्य करने में विशेष बनते हो वैसे ही भक्ति भी विशेष बनते हो. ബാബ പറയാണ് രാജ്യം ഭരിക്കുന്നതിൽ വിശ്വരാജ്യം ഭരിക്കുന്ന ലക്ഷ്മി നാരായണൻ വളരെ സ്പെഷ്യൽ ആത്മാവാണ്, വിശേഷ ആത്മാവാണ് അല്ലെ. ബ്രഹ്മബാബ വിശേഷ ആത്മാവാണ്. എങ്ങനെ രാജ്യം ഭരിക്കുന്നതിൽ വിശേഷ ആത്മാവായി തീരുന്നുവോ അതേപോലെ തന്നെ ഭക്തിയിലും വിശേഷ ആത്മാക്കളുണ്ട് അല്ലെ. വളരെ ഭക്തരായിട്ടുള്ള വിശേഷ ആത്മാക്കളുണ്ട്. ഭക്തിയിലെ വിശേഷ ആത്മാക്കള് സാധാരണക്കാരൊന്നുമല്ല, ചില്ലറക്കാരൊന്നുമല്ല അല്ലെ, അവര് വിശേഷാത്മാക്കൾ തന്നെയാണ് അല്ലെ. അപ്പൊ ബാബ പറയാണ് അതേപോലെ രാജ്യം ഭരിക്കുന്നതിലും എന്താണ്? വിശേഷാത്മാക്കളുണ്ട്. ഭക്തമാലാമാലയെ ഭക്ത അലഘേ, നിങ്ങള് വേറെയാണ്, ഭക്തമാലയില് ഭക്തശിരോമണികളായിട്ടുള്ള ആത്മാക്കൾ വേറെയാണ്. ഭക്തമാലയില് ഭക്തശിരോമണികളായിട്ടുള്ള മുത്തുകളെ കാണിച്ചിട്ടുണ്ട്. നാരദൻ, ഹനുമാൻ, മീരാദേവി അല്ലെ, അങ്ങനെ ആണ്ടാൾ ഭഗവതി, അങ്ങനെ കുറെ പേരെ കാണിച്ചിട്ടുണ്ട്, ചിത്രീകരിച്ചിട്ടുണ്ട് അല്ലെ. റബിയ അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട് ഭക്ത ശിരോമണികള്. അപ്പൊ ബാബ പറയാണ് അവര് നിങ്ങൾ വേറെയാണ്, അവര് വേറെ, നിങ്ങൾ വേറെയാണ്. ഭക്തമാലയിലെ ഭക്തശിരോമണികൾ വേറെയാണ്. പക്ഷേ ബാബ പറയാണ് നിങ്ങൾ തന്നെയാണ് പൂജനീയരായിരുന്നത്, നിങ്ങൾ തന്നെയാണ് പൂജാരികളായിട്ടുള്ള ആത്മാക്കളായത് അല്ലെ. നിങ്ങള് പൂജനീയ ദേവതകളായിരുന്നു,
അത്രയ്ക്കും നിങ്ങൾ സത്യയുഗം ത്രേതായുഗത്തിൽ രാജ്യം ഭരിച്ചിരുന്നവരായിരുന്നു. പക്ഷെ പിന്നീട് നിങ്ങൾ പൂജാരികളായിട്ട് മാറി. അതുകൊണ്ട് ബാബ പറയാണ്, അങ്ങനെയുള്ള പൂജാരി ആത്മാക്കളായ നിങ്ങളുടെ ഭക്തിയും വളരെ സ്പെഷ്യൽ ആയിരുന്നു. നിങ്ങൾ പൂജനീയ ദേവതകളായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഭക്തി എന്ന് പറയുന്നതും വളരെ വിശേഷപ്പെട്ടതായിരുന്നു. കാരണം നിങ്ങളുടെ ഭക്തി, നിങ്ങൾ അത്രയും ഗുണങ്ങൾ നിറഞ്ഞ വ്യക്തിത്വമുള്ളവരായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഭക്തിയിലും ആ വിശേഷതകള് പ്രകടമായിട്ട് കാണാൻ കഴിയുമായിരുന്നു. ആജ് ബാപ്ദാദ ബച്ചോ കെ ഇസ് മൂല ആധാർ ജനം കോ ദേഖ് രഹേ थे. അല്ലെ, ബാപ്ദാദ ഇന്ന് കുട്ടികളുടെ മൂല ആധാരമായിട്ടുള്ള ഈ ബ്രാഹ്മണ ജന്മത്തെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യത്തെ അബ് തക് ബ്രാഹ്മൺ ജീവൻ മേ റൂളിംഗ് പവർ കൺട്രോളിംഗ് പവർ സദാ ഓർ കിतनी പെർസെന്റേജ് മേ രഹി. അല്ലെ, നമ്മുടെ ബ്രാഹ്മണ ജന്മം എടുത്ത അന്ന് മുതൽ ഇന്ന് വരെയും ബ്രാഹ്മണ ജീവിതത്തിൽ നമുക്ക് റൂളിംഗ് പവർ കൺട്രോളിംഗ് പവർ സദാ എത്ര പെർസെന്റേജിൽ നമ്മളിൽ ഉണ്ടായിരുന്നു. അല്ലെ, സ്വയത്തിനെ ഭരിക്കാനുള്ള ശക്തി, സ്വയത്തിന്റെ നിയന്ത്രണ ശക്തി, അല്ലെ, തന്റെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനുള്ള ശക്തി, അതായത് ബാബയുടെ ശ്രീമത്തിലൂടെ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും നടത്താനുള്ള നമ്മുടെ പവർ, അല്ലെ, സദാ നമുക്ക് എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു? സദാ ഉണ്ടായിരുന്നു. എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു? ഇസ്മേ ഭി പെഹ്ലെ അപ്നെ ഹി സൂക്ഷ്മ ശക്തിയോ കി റിസൾട്ട് ചെക്ക് കരോ. ബാബ പറയാണ്, ആദ്യം തന്റെ മനോബുദ്ധി സംസ്കാരങ്ങളുടെ മേലെ നമുക്ക് എത്രമാത്രം നിയന്ത്രണം ഉണ്ടായിരുന്നു, അതിന്റെ റിസൾട്ട് എന്താണ് എന്ന് ചെക്ക് ചെയ്യൂ. റിസൾട്ട് മേ ക്യാ ദിഖായി ദേത്താ ഹെ. റിസൾട്ടില് എന്താണ് കാണപ്പെടുന്നത്? ഇൻ വിശേഷ തീൻ ശക്തിയാ മൻബുദ്ധി സംസ്കാർ പർ കൺട്രോൾ ഹോ തോ ഇസ്കോ സ്വരാജ്യ അധികാരി കഹാ ജാത്താ ഹെ. നമ്മുടെ മനോബുദ്ധി സംസ്കാരങ്ങളുടെ മേലെ നിയന്ത്രണം ഉണ്ടെങ്കിൽ നമ്മളെ എന്ത് വിളിക്കാം? സ്വരാജ്യാധികാരി. അല്ലെ, മനസ്സിനെ ജയിച്ചവൻ ലോകത്തെ കീഴടക്കി, ലോകത്തെ ജയിച്ചു എന്ന് പറയുന്നേ. മനോബുദ്ധി സംസ്കാരങ്ങളുടെ മേലെ നമുക്ക് നിയന്ത്രണം ഉണ്ടെങ്കിൽ നമ്മളെ എന്ത് വിളിക്കാൻ സാധിക്കും? സ്വരാജ്യ അധികാരി. ये सूक्ष्म शक्तियां ही स्थूल कर्मेंद्रियों का संयम और नियम में चला सकती है. ബാബ പറയാണ്, ഈ സൂക്ഷ്മ ശക്തികളാണ് സ്ഥൂലമായ കർമ്മേന്ദ്രിയങ്ങളെ, അല്ലെ, നിയമങ്ങളിലൂടെ നിയന്ത്രണത്തിലൂടെ കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. അപ്പൊ ബാബ പറയാണ്, സ്വരാജ്യ അധികാരി എന്ന് പറയുമ്പോ, അല്ലെ, നമ്മുടെ മനോബുദ്ധി സംസ്കാരങ്ങളുടെ മേലെ നമുക്ക് നിയന്ത്രണം വേണം. അല്ലെ, നമ്മുടെ മനോബുദ്ധി സംസ്കാരങ്ങളാണ് ശരിക്കും സ്ഥൂലമായ കർമ്മേന്ദ്രിയങ്ങളെ പോലും, അല്ലെ, നിയമങ്ങളിലൂടെയും സംയമനത്തിലൂടെയും നടത്തിക്കുന്നത് എന്താണ്? മനോബുദ്ധി സംസ്കാരമാണ്. അപ്പൊ ആദ്യം നമുക്ക് എന്താ വേണ്ടത്? മനോബുദ്ധി സംസ്കാരത്തിന്റെ മേലെ നിയന്ത്രണം ആവശ്യമാണ്. അപ്പൊ ബാബ പറയാണ്, ഈ 3 ശക്തികളാണ് മനോബുദ്ധി സംസ്കാരത്തിന്റെ മേൽ നമുക്ക്, അല്ലെ, മനോബുദ്ധി സംസ്കാരത്തിന്റെ മേലുള്ള നിയന്ത്രണമാണ്, അല്ലെ, സൂക്ഷ്മ ശക്തികളാണ്. സൂക്ഷ്മ ശക്തികളുടെ മേലുള്ള നിയന്ത്രണമാണ് സ്ഥൂല ശക്തികള്, സ്ഥൂല കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ നിയന്ത്രണവും സംയമനവും ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. റിസൾട്ട് ക്യാ ദേഖിയെ. റിസൾട്ട് എന്താ കണ്ടത്? ജബ് ജഹാൻ ജैसे इन तीनों बातों में अभी यथाशक्ति है. ബാബ കണ്ടത് എന്താണ്? അല്ലെ, നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെ, മനോബുദ്ധി സംസ്കാരങ്ങളെ എവിടെ ആഗ്രഹിക്കുന്നു, എങ്ങനെ ആഗ്രഹിക്കുന്നു, എപ്പോൾ ആഗ്രഹിക്കുന്നു, എത്ര സമയം ആഗ്രഹിക്കുന്നു, അല്ലെ, അത്രയും നമുക്ക് അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിയണം, ശ്രീമത്തിലൂടെ നടത്താൻ കഴിയണം. അപ്പൊ ബാബ പറയാണ്, ആ കാര്യത്തിൽ ബാബ എന്താ കണ്ടത്? അല്ലെ, അതായത് എവിടെ, എപ്പോൾ, എത്രമാത്രം, ഈ 3 കാര്യത്തില് കണ്ടത് കഴിവിന്റെ പരമാവധി. കഴിവിന്റെ പരമാവധി. സർവശക്തി നഹി യഥാശക്തി. യഥാശക്തിയാണ് കുട്ടികളെ സ്വയത്തെ നിയന്ത്രിക്കുന്നത്, മനോബുദ്ധി സംസ്കാരങ്ങളെ നിയന്ത്രിക്കുന്നത്. അല്ലാതെ അവിടെ സർവശക്തികളില്ല, യഥാശക്തി മാത്രമേ ഉള്ളൂ, സർവശക്തികളില്ല. ജിസ്കോ ഡബിൾ വിദേശി അപ്നി ഭാഷാമേ സംതിങ് അക്ഷർ യൂസ് കർത്തെ ഹേ. അല്ലെ, അതുകൊണ്ടാണ് ഡബിൾ വിദേശികള് തന്റെ ഭാഷയില് സംതിങ് എന്നുള്ളത് പ്രയോഗിക്കുന്നത്. അല്ലെ, സംതിങ് ആണ് സാധിക്കുന്നുള്ളൂ, അല്ലെ, അല്ലാതെ സമ്പൂർണമായിട്ട് സാധിക്കുന്നില്ല, ഫുള്ളായിട്ട് സാധിക്കുന്നില്ല. കാരണം സർവശക്തികളില്ല. ഇസ്കോ ഓൾമൈറ്റി അതോറിറ്റി കഹെങ്കെ. അങ്ങനെ സംതിങ്ങേ നമുക്ക് സാധിക്കുന്നുള്ളൂ, കൺട്രോളിങ് പവർ ഉണ്ടാകുന്നുള്ളൂ. എങ്കില് നമ്മളെ മാസ്റ്റർ സർവശക്തിവാൻ എന്ന് വിളിക്കാൻ പറ്റുമോ? യഥാശക്തിയെ നമ്മൾ ചെയ്യുന്നത്, സർവശക്തികളിലൂടെയല്ല ചെയ്യുന്നത്. മൈറ്റ് തോ ഹേ ലേക്കിൻ ഓൾ ഹേ. ബാബ ഫോറിനേഴ്സിനോട് ചോദിക്കാണ്, മൈറ്റ് ഉണ്ട് നിങ്ങളുടെ പക്കല്, പക്ഷെ ഓൾ ഉണ്ടോ? ഓൾ മൈറ്റ് ഉണ്ടോ?
അല്ലെ എന്നാണ് ബാബ ചോദിക്കുന്നത്. വാസ്തവമേ ഇസ്കോ ഹി ബ്രാഹ്മൺ ജീവൻ കാ ഫൗണ്ടേഷൻ കഹാ ജാത്ത ഹെ. വാസ്തവത്തിൽ ഇതിനെ ബ്രാഹ്മണ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് വിളിക്കുന്നു. ജിസ്കാ ജിത്ന സോ പർ രാജ് ഹെ സോക്കോ ചലനെ ഓർ സർവക്കോ ചലാനയ്ക്ക് വിധി ആത്തി ഹെ. അല്ലെ ബാബ പറയാണ് കുട്ടികളെ, ആ സർവശക്തികളാണ് ബ്രാഹ്മണ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ. ബ്രാഹ്മണ ജീവിതത്തിൽ നമ്മൾ ആരായിരിക്കണം? മാസ്റ്റർ സർവശക്തിമാൻ. എത്രമാത്രം നമ്മൾ സ്വയത്തിന്റെ മേലെ രാജ്യം ഭരിക്കുന്നുവോ, അല്ലെ നമ്മൾ സ്വയത്തിനെ ബാബയുടെ ശ്രീമത്തിലൂടെ നയിക്കുന്നുവോ, അപ്പോൾ നമുക്ക് സർവരെയും നയിക്കാനുള്ള വിധി അതാണ്. അല്ലെ സ്വയം നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെ ബാബയുടെ ശ്രീമത്തിലൂടെ നയിക്കുക, അല്ലെ അതാണ് സർവരെയും നയിച്ചു കൊണ്ടുപോകാനുള്ള വിധി. യഹി നമ്പർ ആകെ ലേത്താ ഹെ. അല്ലെ അങ്ങനെയുള്ള കുട്ടികൾക്കാണ് മുൻനിരയിലേക്ക് വരുവാൻ, മുൻനിരയിലുള്ള നമ്പർ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നത്. ഈസ് ഫൗണ്ടേഷൻ മേ അഗർ യഥാശക്തി ഹെ. അതുകൊണ്ട് അല്ലെ നമ്മുടെ സ്വരാജ്യത്തിൽ അല്ലെ സ്വന്തം സൂക്ഷ്മമായ ശക്തികളെയും സ്ഥൂലമായ ഇന്ദ്രിയങ്ങളെയും അല്ലെ ബാബയുടെ ശ്രീമത്തിലൂടെ നടത്താനുള്ള ആ വിധി നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ബാബ പറയണം അതാണ് നമ്മുടെ ഫൗണ്ടേഷൻ. അഗർ യഥാശക്തി ഹേ തോ ഓട്ടോമാറ്റിക്കലി നമ്പർ പീച്ചെ ഹോ ജാത്തെ ഹെ. നമ്മൾ യഥാശക്തിയാണ് ചെയ്യുന്നത്, നമ്മുടെ കഴിവനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നമ്പർ പുറകിലാകും. പക്ഷേ മാസ്റ്റർ സർവശക്തിമാന്റെ സ്ഥിതിയിലിരുന്ന് സർവശക്തികളും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സൂക്ഷ്മമായ ഇന്ദ്രിയങ്ങളെയും സ്ഥൂലമായ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നതെങ്കിൽ, നയിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ നമുക്ക് മുൻനിരയിലുള്ള നമ്പറിലേക്ക് വരാൻ കഴിയും. ജിസ്കോ സ്വയം കോ ചലാനെ ഓർ ചലനെ ആത്താ ഹെ വോ ദൂസരോं को भी सहज चला सकते हैं. അല്ലെ സ്വയം ബാബയുടെ ശ്രീമത്തിലൂടെ അല്ലെ തന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ അറിയുന്ന ഒരു കുട്ടിക്ക് മറ്റുള്ളവരെയും അതുപോലെ തന്നെ സഹജമായി കൊണ്ടുപോകാൻ സാധിക്കുന്നു. അർത്ഥാത് ഹാൻഡ്ലിംഗ് പവർ ആജാതി. അവർക്ക് മറ്റുള്ളവരെ ഹാൻഡിൽ ചെയ്യാനുള്ള ഹാൻഡ്ലിംഗ് പവർ കൈവരുന്നു. സിർഫ് ദൂസരോं को हैंडल करने के लिए ഹാൻഡ്ലിംഗ് പവർ नहीं चाहिए. അല്ലെ മറ്റുള്ളവരെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാൻഡ്ലിംഗ് പവർ അല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യം നമുക്ക് സ്വയത്തിനെ ഹാൻഡ്ലിംഗ് ചെയ്യാനുള്ള, സ്വയത്തെ നിയന്ത്രിക്കാനുള്ള പവറാണ് ആദ്യം ആവശ്യം. ജോ അപ്നി സൂക്ഷ്മ ശക്തിയോ കോ ഹാൻഡിൽ കർ സക്താ ഹെ. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി എന്താണ്? നമ്മുടെ മനോബുദ്ധി സംസ്കാരത്തെ നമുക്ക് ബാബയുടെ ശ്രീമത്തിലൂടെ നിയന്ത്രിച്ചു കൊണ്ട് പോകുവാൻ സാധിക്കണം. വോ ദൂസരോं को ഹാൻഡിൽ കർ സക്താ ഹെ. അങ്ങനെ മനോബുദ്ധി സംസ്കാരങ്ങളെ ആർക്കാണോ നിയന്ത്രിക്കാൻ കഴിയുന്നത് അവർക്ക് മാത്രമാണ് മറ്റുള്ളവരെയും ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നത്. സ്വക്കെ ഊപ്പർ കൺട്രോളിംഗ് പവർ. ഇവിടെ നമുക്ക് എന്താണ് ആവശ്യം? സ്വയത്തിന്റെ മേലെ നിയന്ത്രണ ശക്തി. അല്ലെ ആ കുട്ടികൾക്ക് സർവർക്ക് വേണ്ടിയും സർവരെയും യഥാർത്ഥ രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് ആ കുട്ടികൾക്ക് സാധിക്കുന്നു. ആ ഹാൻഡ്ലിംഗ് പവർ അവരുടെ അടുക്കൽ കൈവരും. ചാഹെ അജ്ഞാനി ആത്മാവും കോ സേവാദ്വാര ഹാൻഡിൽ കരും. ബാബ പറയാൻ അജ്ഞാനി ആത്മാക്കളെ സേവനത്തിലൂടെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാം. ചാഹെ ബ്രാഹ്മൺ പരിവാർ മേ സ്നേഹസമ്പന്ന സന്തുഷ്ട സമ്പന്ന വ്യവഹാർ കരും. ബാബ പറയാണ് ബ്രാഹ്മണ പരിവാരത്തിൽ കുട്ടികളെ സ്നേഹസമ്പന്നമായി സന്തുഷ്ടതാ സമ്പന്നമായി പെരുമാറൂ. അല്ലെ ബ്രാഹ്മണ പരിവാരത്തിൽ നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയുള്ളതായിരിക്കണം? അല്ലെ ബാബ പറയാണ് സന്തുഷ്ടതാ സമ്പന്നമായ സ്നേഹസമ്പന്നമായിട്ടുള്ള പെരുമാറ്റം. ദോനോമേ സഫൽ ഹോ ജായേംഗെ. രണ്ടിലും നിങ്ങൾക്ക് സഫലമാകാൻ സാധിക്കും. അല്ലെ ബാബ പറയാണ് ഇതിൽ രണ്ടിലും നിങ്ങൾക്ക് സഫലമാകാൻ കഴിയും. ക്യോंकि कई बच्चे ऐसे हैं जो बाप को जानना, बाप का बनना, बाप से प्रीति की रीति निभाना ये बहुत सहज अनुभव करते हैं. അല്ലെ ഇപ്പൊ ബാബ പറയാണ് അജ്ഞാനികളെ ആണെങ്കിലും ബ്രാഹ്മണ പരിവാരത്തിലാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് പോകാൻ സാധിക്കണം. അപ്പോ അത്രയും നിങ്ങൾക്ക് എന്താണ് അല്ലെ ആ കൺട്രോളിംഗ് പവർ, റൂളിംഗ് പവർ സ്വയത്തിൽ ഉണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ ബ്രാഹ്മണ പരിവാരത്തിൽ പോലും നമുക്ക് എല്ലാവരോടുമുള്ള നമ്മുടെ ഇടപെടലുകൾ എങ്ങനെയുള്ളതായിരിക്കും? സ്നേഹസമ്പന്നവും സന്തുഷ്ടതാ സമ്പന്നവുമായിരിക്കും. क्योंकि कई बच्चे ऐसे हैं जो बाप को जानना, बाप का बनना, बाप से प्रीति की रीति निभाना ये बहुत सहज അനുഭവ करते हैं. അപ്പൊ ബാബ പറയാണ് ചില കുട്ടികൾ അങ്ങനെയുണ്ട്, അവര് ബാബയെ അറിയുക, ബാബയുടേതായിട്ട് മാറുക, ബാബയുടെ കൂടെ സ്നേഹ സംബന്ധം കാത്തു സൂക്ഷിക്കുക. അല്ലെ അതില് അവര് സഹജമായി അനുഭവം ചെയ്യുന്നു. അല്ലെ ബാബയോടുള്ള ആഴമുള്ള സ്നേഹബന്ധം ആ കുട്ടികൾക്കുണ്ട്, ദൃഢമായ സ്നേഹബന്ധം ആ കുട്ടികൾക്കുണ്ട്. അവര് ബാബയെ അറിഞ്ഞു, ബാബയുടേതായിട്ട് മാറി. അല്ലെ ബാബയോട് അത്രയും ആഴത്തിലുള്ള ദൃഢമായ ആ സ്നേഹബന്ധം ആ കുട്ടികൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. സഭി ബ്രാഹ്മണ ആത്മാവോസെ ചലന ഇസ്മേ സംതിങ് കഹത്തെ ഹെ. പക്ഷെ അവിടെ എവിടെയാണ് നമുക്ക് പോരായ്മ വരുന്നത്?
എല്ലാ ബ്രാഹ്മണ ആത്മാക്കളുമായിട്ട് നമ്മള് അല്ലെ ഇടപഴകി പോകുമ്പോ അവിടെയാണ് നമുക്ക് സംതിങ് അല്ലെ, അവിടെയാണ് നമ്മൾ സംതിങ്ങിലേക്ക് വരുന്നത്. അതായത് അതിന്റെ അർത്ഥം എന്താണ് അല്ലെ, അവിടെ നമ്മള് മാസ്റ്റർ സർവശക്തിവാനായിട്ടല്ല അല്ലെ, എല്ലാവരോടും നമുക്ക് ഒരുപോലെ ഇടപഴകി പോകാൻ സാധിക്കുന്നില്ല. ഇസ്കാ കാരൻ ക്യാ ഹേ, ബാബ്സെ നിഭാന സഹജ ക്യോ ലഗ്താ ഹേ, ബാബയുടെ അടുത്ത് സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കുന്നത് സഹജമായിട്ട് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ക്യോങ്കി ദിൽ കാ പ്യാർ അട്ടൂട്ട് ഹേ, ബാബയോടുള്ള സ്നേഹബന്ധം നമുക്ക് സഹജമായിട്ട് അനുഭവം ചെയ്യാൻ കഴിയുന്നത് ബാബയോടുള്ള നമ്മളുടെ ഹൃദയത്തിലെ സ്നേഹം എന്ന് പറയുന്നത് മുറിയാത്തതാണ്. ബാബയോടുള്ള നമ്മുടെ ഹൃദയത്തിലെ ബന്ധം നിരന്തരമായിട്ടുണ്ട്, അത് മുറിയാത്ത ബന്ധമുണ്ട്, ആഴത്തിലുള്ള സ്നേഹമുണ്ട്. പ്യാർമേ നിഭാന സഹജ ഹോത്താ ഹേ, സ്നേഹത്തില് അല്ലെ നമുക്ക് ആ സ്നേഹത്തെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് സഹജമാണ്. ജിസെ പ്യാർ ഹോത്താ ഹേ ഉസ്കാ കുച്ച് ശിക്ഷാക്ക ഇഷാര മിൽനാ ഭി പ്യാര ലഗ്താ ഹേ, അല്ലെ ആരോടാണോ നമുക്ക് സ്നേഹമുള്ളത് അവര് നമുക്ക് എന്തെങ്കിലും നമുക്ക് വേണ്ടുന്ന ശിക്ഷണങ്ങളുടെ സൂചനകൾ നൽകുകയാണ് അല്ലെ, നമുക്ക് എന്തെങ്കിലും ശിക്ഷണങ്ങളുടെ സൂചനകൾ നൽകുകയാണെങ്കിൽ പോലും നമുക്കത് പ്രിയപ്പെട്ടതായിരിക്കും. സദൈവ ദിൽ മേ അനുഭവ ഹോത്താ ഹേ കി ജോ കുച്ച് കഹാ മേരെ കല്യാൺ കെ ലിയേ, അല്ലെ സദാ നമ്മുടെ ഹൃദയത്തിൽ അനുഭവമാകുന്ന എന്താണ് അല്ലെ, എന്തെല്ലാം എന്നോട് പറയുന്നു അതെന്റെ മംഗളത്തിന് വേണ്ടിയാണ്. അപ്പൊ നമുക്ക് നമ്മളോട് സ്നേഹമുള്ളവര് അല്ലെ എന്തെല്ലാം നമ്മൾ പഠിപ്പിക്കാൻ വന്നാലും മനസ്സിലാക്കി തരാൻ വന്നാലും അതെല്ലാം നമ്മളെ ഇഷ്ടപ്പെടുന്നു അല്ലെ. ബാബ കുട്ടികളെ അത്രയും വാത്സല്യമുണ്ട്, ബാബയ്ക്ക് അത്രയും സ്നേഹമുണ്ട്, അത്രയും ബാബ സ്നേഹിക്കുന്നുണ്ട്. അതിന്റെ കൂടെ ബാബ ധർമ്മരാജനാകാറുണ്ട് അല്ലെ, നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. ചിലപ്പോ ബാബ വളരെ കർക്കശം കാണിക്കാറുണ്ട് അല്ലെ, അപ്പൊ നമുക്ക് ഒരിക്കലും ഇഷ്ടക്കുറവ് വരാറില്ല അല്ലെ. ബാബ എത്ര കർക്കശം കാണിച്ചാലും എന്ത് കാണിച്ചാലും നമുക്ക് ഒരിക്കലും ഇഷ്ടക്കുറവ് തോന്നില്ല അല്ലെ. കാരണം എന്താണ്? കാരണം ബാബയോട് നമുക്ക് അത്രയും സ്നേഹമുണ്ട്. അതുകൊണ്ട് ബാബ നമ്മുടെ മുന്നിൽ ധർമ്മരാജനായാലും നമുക്ക് ഇഷ്ടമാണ്. കാരണം നമുക്കറിയാം ബാബ പറയുന്നത് എന്റെ മംഗളാർത്ഥമാണ്, എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് അറിയാം. ക്യോങ്കി ഉസ്കെ പ്രതി ദിൽ കി ശ്രേഷ്ഠ ഭാവന ഹോതി ഹേ, കാരണം ആരോടാണോ നമുക്ക് സ്നേഹമുള്ളത് അവരെ പ്രതി നമ്മുടെ ഹൃദയത്തിൽ ശ്രേഷ്ഠ ഭാവനകളുണ്ട്. അത് കാരണം അവര് വഴക്ക് പറഞ്ഞാൽ പോലും നമുക്കത് ഫീൽ ചെയ്യുന്നില്ല അല്ലെ, അതിൽ നമ്മുടെ മംഗളം നമ്മൾ തിരിച്ചറിയുന്നു. तो जैसे आपके दिल में उनके प्रति ശ്രേഷ്ഠ ഭാവന ഹേ, കാരണം ആ വ്യക്തിയെ പ്രതി നമ്മുടെ ഹൃദയത്തിൽ ശ്രേഷ്ഠ ഭാവനയുണ്ട്. वैसे ही आपकी शुभ भावना का रिटर्न दूसरे द्वारा भी प्राप्त होता है. അപ്പോ നമ്മളുടെ ചുറ്റുള്ള വ്യക്തികളിൽ എത്രത്തോളം ശ്രേഷ്ഠ ഭാവനകൾ പുലർത്തുന്നുവോ തീർച്ചയായിട്ടും എന്താണ് അല്ലെ ആ വ്യക്തികളിൽ നിന്ന് നമുക്ക് റിട്ടേൺ പ്രാപ്തമാകുന്നു അല്ലെ. നമുക്ക് നമ്മുടെ ചുറ്റുള്ള വ്യക്തികളിൽ നിന്ന് അതിന്റെ റിട്ടേൺ അല്ലെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. जैसे गुंबद में आवाज करते हो तो वही आवाज लौट कर वापस आ जाते हैं. എങ്ങനെ നമ്മൾ ഗുഹയിൽ പോയിട്ട് ശബ്ദം ഉണ്ടാക്കിയാൽ എന്താവും അല്ലെ, എത്രയോ മടങ്ങ് അല്ലെ മുഴക്കത്തിലായിരിക്കും നമ്മുടെ ശബ്ദം പുറത്തേക്ക് വരുന്നത്. അതേപോലെ തന്നെ ആ ശബ്ദം പുറത്തേക്ക് വരികയാണ്. അതേപോലെ തന്നെയാണ് അല്ലെ നമ്മളുടെ ഹൃദയത്തില് നമ്മുടെ മനസ്സിന് നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളോട് എത്രമാത്രം ശ്രേഷ്ഠ ഭാവന പുലർത്തുന്നു. അശുഭ ഭാവന പുലർത്തുമ്പോൾ അത് തന്നെയായിരിക്കും നമ്മളിലേക്ക് അല്ലെ വലിയ മുഴക്കത്തോടു കൂടി മടങ്ങി വരുന്നത്. ശുഭഭാവന പുലർത്തുമ്പോൾ ശ്രേഷ്ഠ ഭാവന പുലർത്തുമ്പോൾ അല്ലെ അതായിരിക്കും നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് ബാബ പറയാണ് അല്ലെ, ജैसे गुंबद में आवाज करते हो तो वही आवाज लौट कर वापस आते हैं. जैसे बाप के प्रति अटूट अखंड अटल प्यार है, श्रेष्ठ भावना है, निश्चय है, ऐसे ब्राह्मण आत्माएं नंबरवार होते हुए भी आत्मिक प्यार अटूट अखंड है. അപ്പൊ ബാബ പറയാണ് എങ്ങനെ ബാബയെ പ്രതി നമുക്ക് മുറിയാത്ത സ്നേഹം, അഖണ്ഡമായ സ്നേഹം, അചഞ്ചലമായ സ്നേഹം അല്ലെ, അതായത് ശ്രേഷ്ഠമായിട്ടുള്ള ഭാവനയും ബാബയോടുള്ള അചഞ്ചലമായ നിശ്ചയവും ഒക്കെ നമുക്കുണ്ട് അല്ലെ. ബാബയോട് നമുക്ക് വളരെ ആഴത്തിലുള്ള സ്നേഹമുണ്ട്, മുറിയാത്ത സ്നേഹമുണ്ട്, അഖണ്ഡമായ സ്നേഹമുണ്ട് അല്ലെ, നിരന്തരമായിട്ടുള്ള സ്നേഹം നമുക്ക് ബാബയുടെ അടുത്തുണ്ട്, ആ സ്നേഹബന്ധമുണ്ട്. ശ്രേഷ്ഠ ഭാവനകളുണ്ട് അല്ലെ, ബാബയുടെ അചഞ്ചലമായ നിശ്ചയമുണ്ട്, ഇതെല്ലാം നമുക്കുണ്ട്. അതേപോലെ തന്നെ ബാബ പറയാണ് ഈ ബ്രാഹ്മണ പരിവാരത്തിലും നിങ്ങൾ കുട്ടികള് ബ്രാഹ്മണാത്മാക്കളെ നമ്പർ വാറാണ്. പക്ഷേ ബ്രാഹ്മണാത്മാക്കൾ നമ്പർ വാറാണെങ്കിൽ പോലും അല്ലെ നിങ്ങൾക്ക് അവരോടുള്ള ആത്മീയ സ്നേഹം ബാബയോടുള്ളത് പോലെ മുറിയാത്തതും അഖണ്ഡവുമാണോ?
അവരുടെ ഈ ബ്രാഹ്മണ പരിവാരത്തിലും നമുക്ക് എല്ലാവരോടും എന്ത് വേണം? വളരെ നിസ്വാർത്ഥമായ, വളരെ നിഷ്കളങ്കമായ ഒരു ആത്മീയ സ്നേഹം വേണം. അല്ലെ? എല്ലാവരോടും ഒരേപോലെ നമുക്കൊരു ആത്മീയ സ്നേഹം വേണം. അപ്പോ അവിടെ എന്താണ്? എല്ലാ ആത്മാക്കളോടും, ബ്രാഹ്മണ പരിവാരത്തിലുള്ള മുഴുവൻ ആത്മാക്കളോടും നമ്മുടെ ഹൃദയത്തിൽ ശ്രേഷ്ഠ ഭാവന വേണം. അല്ലെ? വളരെ ബാബയോട് എന്ന പോലെ, ബാബയോട് നമുക്ക് എത്രത്തോളം ഉണ്ടോ അതേപോലെ നമുക്ക് എന്ത് വേണം? ബാബയോട് ശ്രേഷ്ഠ ഭാവനയല്ലേ? നമ്മുടെ ഹൃദയത്തിലെ ശ്രേഷ്ഠ ഭാവനയല്ലേ എപ്പോഴും ഉള്ളത്? അല്ലെ? ബാബ ധർമ്മരാജനായിട്ട് നമ്മളുടെ നേരെ കണ്ണുരുട്ടിയാലും നമുക്ക് ബാബയോട് അത്രയും സ്നേഹം തന്നെയാണ്. അപ്പൊ ആ ഹൃദയത്തിലെ ശ്രേഷ്ഠ ഭാവനയാണ്. അപ്പൊ ബാബ പറയാണ്, അതേപോലെ ബ്രാഹ്മണ പരിവാരത്തിലെ ആത്മാക്കളെ നമ്പർ ബാറാണ്. എങ്കിലും അവരോട് ആത്മീയ സ്നേഹം, മുറിയാത്ത സ്നേഹം, നിരന്തരമായ സ്നേഹം ഉണ്ടോ? വെറൈറ്റി चलन, വെറൈറ്റി संस्कार देखकर प्यार करते हैं तो वो अटूट अखंड नहीं होता है. അല്ലെ? ബാബ പറയണ ബ്രാഹ്മണ ആത്മാക്കൾ വെറൈറ്റിയാണ്. വെറൈറ്റി സംസ്കാരം, അവരുടെ കർമ്മങ്ങളും അവരുടെ രീതികളും അവരുടെ സ്വഭാവവും ഒക്കെ വെറൈറ്റിയാണ്. അതൊക്കെ വെറൈറ്റി ആണെങ്കിൽ പോലും ബാബ പറയാണ്, കുട്ടികളെ എന്ത് വേണമെന്ന ബാബ പറയണ? ഇത് വെറൈറ്റി ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് വരാത്തത്? നമ്മുടെ സ്നേഹം മുറിഞ്ഞു പോകുന്നത്. നിരന്തരമായ ആത്മീയ സ്നേഹം നമുക്ക് അവരോട് പുലർത്താൻ സാധിക്കാത്തത്. നമ്മുടെ മനസ്സിൽ നിന്ന് ആ സ്നേഹം മുറിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? വെറൈറ്റി ആയതുകൊണ്ടാണ്. വ്യത്യസ്തരാണ്, അല്ലെ? വ്യത്യസ്തമായ സ്വഭാവങ്ങളും വ്യത്യസ്തമായ രീതികളും, അല്ലെ? വ്യത്യസ്തമായിട്ടുള്ള പെരുമാറ്റം, പ്രവൃത്തി ഒക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് किसी भी आत्मा के अपने प्रति दूसरों प्रति चलन अर्थात चरित्र व संस्कार दिल पसंद नहीं होंगे तो प्यार की परसेंटेज कम हो जाती है. അല്ലെ? ഇപ്പൊ ബ്രാഹ്മണ പരിവാരത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ആത്മാവ് നമ്മളെ പ്രതി, അല്ലെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രതി അവരുടെ പെരുമാറ്റം, അവരുടെ പ്രവൃത്തി, അവരുടെ ചരിത്രം, അല്ലെ, അവരുടെ സംസ്കാരം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവര് കാണിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവരുടെ രീതി നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവരുടെ കർമ്മങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെ, അവര് കാണിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത്? സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അവരോടുള്ള സ്നേഹം കുറയും, അല്ലെ? അവരോടുള്ള സ്നേഹം കുറയുന്നു. तो इसलिए आत्मा का श्रेष्ठ आत्मा के भाव से आत्मिक प्यार उसमें परसेंटेज नहीं होती है. പക്ഷെ ബാബ പറയാണ്, ആത്മാവിനെ നമ്മൾ ശ്രേഷ്ഠ ആത്മാവിന്റെ ഭാവത്തിലൂടെ കാണും. ഓരോ കുട്ടികളും ആരാണെന്ന് ബാബ പറയുന്നത്? ശ്രേഷ്ഠ ആത്മാവാണ്. ഓരോ കുട്ടികളും ആരാണ്? ശ്രേഷ്ഠ ആത്മാവാണ്. അപ്പൊ ബാബ പറയാണ്, ഏതൊരു ആത്മാവിനെയും ശ്രേഷ്ഠാത്മാവിന്റെ ഭാവത്തിലൂടെ കാണൂ. അപ്പൊ ആത്മീയ സ്നേഹത്തിൽ പെർസെന്റേജ് വരില്ല, അല്ലെ? നമുക്ക് എല്ലാവരോടുള്ളത് നിസ്വാർത്ഥമായ ബന്ധമാണ്, നിഷ്കളങ്കമായ ബന്ധമാണ്, നിസ്വാർത്ഥമായ ബന്ധമാണ്, അല്ലെ? നമ്മൾ ഒരു വ്യക്തികളിൽ നിന്ന് പേഴ്സണൽ ആയിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പോ എന്താ സംഭവിക്കുന്നത്? ബാബ പറയാണ്, നിങ്ങൾ എങ്ങനെയായിരിക്കണം? ശ്രേഷ്ഠ ആത്മാവിന്റെ ഭാവത്തിലൂടെ അവരെ കാണൂ, അല്ലെ? അവരെ ബാബ സെലക്ട് ചെയ്ത ശ്രേഷ്ഠ ആത്മാവാണ്, ആ ഭാവത്തിലൂടെ കാണും. അപ്പൊ ആത്മീയ സ്നേഹത്തില് പെർസെന്റേജ് ഉണ്ടാകില്ല. എല്ലാവരോടും നമുക്ക് ഒരേപോലെ ആത്മീയ സ്നേഹം പുലർത്താൻ കഴിയും. ആത്മീയ സ്നേഹത്തിന്, അല്ലെ, വ്യക്തികളോട് അനുസൃതമായിട്ട് പെർസെന്റേജ് ഉണ്ടാകില്ല. കേസേ സംസ്കാർ ഹോ ചലൻ ഹോ, എന്ത് സംസ്കാരം ആയിക്കോട്ടെ, അവരുടെ സംസ്കാരം എങ്ങനെയായിക്കോട്ടെ, അവരുടെ പോക്ക് എങ്ങനെയായിക്കോട്ടെ, അവരുടെ രീതി എന്തായിക്കോട്ടെ, ലേക്കിൻ ബ്രാഹ്മണ ആത്മാവോ കാ സാരേ കൽപ്പ കാ അട്ടുട്ട് സംബന്ധ ഹേ. അല്ലെ? ബ്രാഹ്മണ ആത്മാക്കൾക്ക് മുഴുവൻ കൽപ്പത്തിലും എന്തുണ്ട്? മുറിയാത്ത സംബന്ധം. അല്ലെ? ഈ ബ്രാഹ്മണ ആത്മാക്കൾ ഇനി നമുക്ക് ചിലരുടെ സ്വഭാവം, ചിലരുടെ കയ്യിലിരിപ്പൊന്നും ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ബാബ പറയാണ്, നിങ്ങൾ എന്താ വിചാരിച്ച് മുഴുവൻ കൽപ്പത്തിൽ ഈ കക്ഷികളൊക്കെയാണ് നിങ്ങളുടെ കൂടെ വരുന്നത്? ബാബ പറയാണ്, നിങ്ങൾക്ക് അവരെ പിടിക്കുന്നില്ല, അവരുടെ സ്വഭാവം ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഇവരൊക്കെ തന്നെയാണ് എന്ത് മുഴുവൻ കൽപ്പത്തിൽ നമ്മുടെ കൂടെ വരുന്ന കക്ഷികള്, അല്ലെ? അപ്പൊ നമ്മള് അവരിഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരെ നമ്മുടെ മനസ്സിൽ നിന്ന് തള്ളിക്കളയുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരെ മനസ്സിൽ നിന്ന് അകറ്റി നിർത്തുന്നു എന്നത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? വല്ല കാര്യമുണ്ടോ? ഇവരൊക്കെ തന്നെയാണ് മുഴുവൻ കൽപ്പത്തിലും നമ്മുടെ കൂടെ വരാൻ പോകുന്നത്. तो ब्राह्मण आत्माओं का सारे कल्प में अटूट संबंध है, ईश्वरीय परिवार है. ബ്രാഹ്മണ ആത്മാക്കളുമായിട്ട് ശരിക്കും മുഴുവൻ കൽപ്പത്തിൽ നമുക്ക് മുറിയാത്ത സംബന്ധമുണ്ട് എന്നുള്ളതാണ്. കാരണം എല്ലാ ജന്മങ്ങളിലും നമ്മൾ അവരെ കാണുന്നുണ്ട്, അല്ലെ? അവരൊക്കെ തന്നെയായിരിക്കും ചിലപ്പോ നമ്മുടെ സഹോദരനോ സഹോദരിയോ അമ്മയോ അച്ഛനോ ഒക്കെ ആയിട്ട് വരാം, എല്ലാ പല സംബന്ധങ്ങളിൽ വരാം, അല്ലെ? അപ്പൊ ബാബ പറയാണ്, അതുകൊണ്ട് ഇത് ഈശ്വരീയ പരിവാരത്തിലേക്ക്
ഇത് ഈശ്വരീയ പരിവാരമാണ്. ബാപ്നെ ഹർ ആത്മാക്കോ വിശേഷ് ചുൻകർ ഈശ്വരീയ പരിവാറിനെ ലായ ഹേ. ബാബ ഓരോ ആത്മാവിനെയും സ്പെഷ്യലായിട്ട് ഈ ലോകത്ത് നിന്ന്, ഈ ഭൂമുഖത്ത് നിന്ന് ഓരോരോ ബ്രാഹ്മണ ആത്മാവിനെയും സ്പെഷ്യലായി തെരഞ്ഞെടുത്ത് ഈ പരിവാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുക. ലോകത്തിന്റെ മുക്കിലും മൂലയിൽ നിന്ന് വളരെ വിശേഷപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് അല്ലെ, നമ്മളെപ്പോഴും തെരഞ്ഞെടുക്കുന്നത് എന്തായിരിക്കും? നമുക്കിപ്പോ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും തരികയാണ്, നിങ്ങൾ ഇതിന് എന്ത് വേണം തെരഞ്ഞെടുത്തോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും തെരഞ്ഞെടുക്കുക? അതേപോലെ ബാബ ഈ ലോകത്തിന്റെ മുക്കിലും മൂലയിൽ നിന്ന് തെരഞ്ഞെടുത്ത വിശേഷ ആത്മാക്കളാണ്. കാരണം വിശേഷപ്പെട്ടതാണ്, അതുകൊണ്ടാണ് തെരഞ്ഞെടുത്തത്. അപ്പൊ ബാബ പറയാണ്, അങ്ങനെ ബാബ തെരഞ്ഞെടുത്ത അത് ഈ ഈശ്വരീയ പരിവാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്നെ ആപ്നെ ഹി ആയേ ഹേ. ഇവിടെയുള്ള ഒരു കുട്ടികളും സ്വമേധയാ ഇവിടെ വന്നു ചേർന്നവരല്ല. ബാബ പറയാണ്, ഈ ബ്രാഹ്മണ പരിവാരത്തിലുള്ള ഒരു ആത്മാവ് പോലും സ്വയം ഇവിടേക്ക് വന്നിട്ടില്ല. ഇവരെ ബാബ ലോകത്തിന്റെ ഓരോ ഭാഗത്തു നിന്നും തെരഞ്ഞെടുത്ത കുട്ടികളാണ്, തേടിയെടുത്ത കുട്ടികളാണ്. ബാപ്നെ ലായ ഹേ. ഈ ബ്രാഹ്മണ പരിവാരത്തിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന കക്ഷി ആരാണ്? ബാബയാണ്. ബാബയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. तो बाप को सामने रखने से हर आत्मा से भी ആത്മിക് അട്ടൂട്ട് പ്യാർ ഹോ ജാതാ ഹേ. അതുകൊണ്ട് ബാബയെ മുന്നിൽ വെക്കൂ. എല്ലാവരെയും സെലക്ട് ചെയ്തത് ബാബയാണ് അല്ലേ? അവരുടെ കുറവുകൾ ഉണ്ടായിരിക്കും, കുറ്റങ്ങൾ ഉണ്ടായിരിക്കും, പോരായ്മകൾ ഉണ്ടായിരിക്കും അല്ലേ? കാരണം 84ാമത്തെ ജന്മത്തിൽ വന്ന് അവര് സമ്പൂർണ്ണരും സമ്പന്നരുമാണോ? അല്ല, അവരുടെ അടുത്ത് കുറവുകൾ ഉണ്ടായിരിക്കും, കുറ്റങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? ആരാണ് സമ്പൂർണ്ണരും സമ്പന്നരായിട്ടുള്ളത്? ആരുമില്ല അല്ലേ? ഈ മുരളി വായിച്ചു കൊടുക്കാൻ ഒരാൾ നിമിത്തമാകുന്നതേ ഉള്ളൂ. എല്ലാവരും ഈശ്വരീയ വിദ്യാർത്ഥികളാണ്. എല്ലാവരുടെ അടുക്കലും കാണും എന്തെങ്കിലും പോരായ്മകളും കുറവുകളൊക്കെ അല്ലെ? പോരായ്മകളെ മാത്രം കണ്ടാൽ നമുക്ക് ഏതെങ്കിലും വ്യക്തികളെ അംഗീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ബാബ എന്താ പറയുക, അവരുടെ ഗുണങ്ങളെ കാണൂ, അവരുടെ വിശേഷതകളെ കാണൂ, അവരുടെ പോരായ്മകളിലേക്ക് നിങ്ങൾ നോക്കണ്ട. അത് എന്തെങ്കിലും ആയിക്കോട്ടെ അല്ലെ? ബാബ ശരിയാക്കിക്കൊള്ളും, അല്ലെങ്കിൽ ധർമ്മരാജന്റെ അടികിട്ടിയിട്ട് ശരിയായിക്കൊള്ളും അല്ലെ? നമ്മൾ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട അല്ലെ? ബാബ പറയാണ്, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ബാബ പറയാണ്, ബാബയെ മുന്നിൽ വെക്കുന്നതിലൂടെ ഓരോ ആത്മാവിനോടുമുള്ള ആ ആത്മീയ അല്ലെ മുറിയാത്ത സ്നേഹം, നിരന്തരമായ സ്നേഹം നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റും. അപ്പൊ നിരന്തരമായ ആത്മീയ സ്നേഹം അല്ലെ, ആ സ്നേഹം മുറിഞ്ഞു പോകരുത് ആരോടും. അപ്പൊ എല്ലാ ആത്മാക്കളോടും നമുക്ക് നിരന്തരമായ മുറിയാത്ത സ്നേഹം നമുക്ക് നിലനിർത്താൻ സാധിക്കും അല്ലെ? ബാബ പറയാണ്, എന്താണ്? ബാബയെ മുന്നിൽ വെക്കൂ. किसी भी आत्मा की कोई बात आपको पसंद नहीं आती है तभी प्यार में अंदर हो जाता है അല്ലെ? ഏതൊരു ആത്മാവിന്റെയും എന്തെങ്കിലും അവരുടെ കുറവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാണ് അവരോടുള്ള സ്നേഹത്തിൽ നിങ്ങൾക്ക് അന്തരം ഉണ്ടാകുന്നത്. അവരുടെ ഏതെങ്കിലും കുറവുകൾ നിങ്ങൾക്ക് പിടിക്കാതെ വരുന്നത് കൊണ്ടാണ്, ഇഷ്ടപ്പെടാതെ വരുന്നത് കൊണ്ടാണ് ആ അന്തരം ഉണ്ടാകുന്നത്. ഉസ് സമയ ബുദ്ധിമേ യഹി രഖോ ഉസ് ആത്മാക്കോ ബാപ്നെ പസന്ത് കിയാ ഹേ. അപ്പോ അവരോട് നിങ്ങളുടെ ആത്മീയ സ്നേഹത്തിൽ കുറവ് വന്നു, മറ്റുള്ളവരോട് എന്ന പോലെ അവരോട് നിങ്ങൾക്ക് സ്നേഹമില്ല എങ്കിൽ ബാബ പറയാണ്, നിങ്ങൾ എന്ത് മനസ്സിലാക്കണം അല്ലെ? അവരെ, ആ ആത്മാവിനെ ഇഷ്ടപ്പെട്ടത് ആരാണ്? ആ ആത്മാവിനെ ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തത്, ഇഷ്ടപ്പെട്ടാലല്ലേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇഷ്ടപ്പെട്ടത് ആരാണ്? ബാബയാണ് അല്ലേ? ആ ആത്മാവിനെ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തത് ബാബയാണ് അല്ലെ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ എന്തെങ്കിലും വിശേഷത കാണും അല്ലെ? അവശ്യപ്പോയി വിശേഷതാഹേ അപ്പൊ ബാപ്പിനെ പസന്തിക്കുക അല്ലെ? അപ്പൊ നമുക്ക് ഏത് വ്യക്തിയാണോ ഇഷ്ടപ്പെടാത്തത്, അല്ലെങ്കിൽ അവരോട് നമ്മൾ അകന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരെ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ തള്ളിക്കളയുന്നത്, ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടത് ആരാണ്? ബാബയാണ്. അവരെ സെലക്ട് ചെയ്തത് ആരാണ്? ബാബയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു വിശേഷത ഇല്ലാതെ അവർ സെലക്ട് ചെയ്യില്ലല്ലോ അല്ലെ? ബാബ പറയാണ്, ശുരു സേ ബാപ് ദാദാ ബച്ചോं को ये सुनाते रहते हैं. തുടക്കം മുതൽ, ആരംഭം മുതൽ ബാപ് ദാദ കുട്ടികളോട് ഇതാണ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാനോ 36 ഗുണമേ ഇസ്മേ 35 ഗുണ നഹി ഹേ ലേക്കിൻ ഏക് ഗുണ വിശേഷ. ബാബ പറയുന്നത് 36 ഗുണങ്ങളുണ്ട്. ആ 36 ഗുണങ്ങളിലെ ആ വ്യക്തിന് 35 ഗുണവും ഇല്ലെന്നിരിക്കട്ടെ, പക്ഷെ ഒരു വിശേഷ ഗുണം ഉണ്ടല്ലോ അല്ലേ? അപ്പൊ അവിടെ എന്താന്ന് വെച്ചാല് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, പലപ്പോഴും നമുക്ക് നമ്മുടെ എല്ലാ കണക്കും ഇവിടെയാണല്ലോ ഉള്ളത്. ഈ ബ്രാഹ്മണ പരിവാരാണല്ലോ നമുക്ക് സത്യയുഗം മുതൽ കലിയുഗത്തിന്റെ അന്ത്യം വരെ നമ്മുടെ കൂടെ വരുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ കണക്കും എവിടെയുള്ളത്? ഇവിടെ തന്നെ അല്ലേ? അപ്പൊ നമ്മുടെ നെഗറ്റീവ് കണക്കും ഇവിടെ തന്നെയുള്ളത്
അല്ലെ, ഇവിടെയുള്ള വ്യക്തികളോടുള്ളത്. അപ്പൊ നമ്മുടെ കണക്ക് അവരുമായിട്ട് ശരിയല്ല. അതുകൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്, അവരോട് അകൽച്ച വരുന്നത്. അല്ലെ, അവരോട് അടുത്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അല്ലെ, അപ്പൊ അവിടെ ആ അകൽച്ച വരുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരായിട്ടുള്ള നമ്മുടെ കണക്ക് ശരിയല്ല. അല്ലെ, അത് നല്ല കണക്കല്ല. അത് അപ്പോഴാണ് നമുക്ക് സ്നേഹം കുറയുന്നത്. അപ്പോ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മള് ആ വ്യക്തിയോട് ഒരു നെഗറ്റീവ് ഭാവന വെക്കുകയാണെങ്കിൽ ആ നെഗറ്റീവ് ഭാവന നമ്മുടെ കണക്ക് കൂട്ടിയിടണം. നമ്മളുടെ അവരുടെ കണക്കേ നല്ലതല്ല. അല്ലെ, ആ കണക്കേ മുഖത്തോട് മുഖം നോക്കി ചതുർത്ഥി ചന്ദ്രനെ പോലെ എന്നുള്ള കണക്കേ നല്ലതല്ല. അപ്പൊ നമ്മൾ അശുഭ ഭാവന വെക്കും തോറും എന്ത് സംഭവിക്കും, ആ കണക്ക് വീണ്ടും വർദ്ധിക്കുക, നെഗറ്റീവ് കണക്ക് വീണ്ടും വർദ്ധിക്കുക. അതേസമയം ആ വ്യക്തിയോട് നമ്മൾ ശുഭഭാവന പുലർത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് അവരോടുള്ള മനോഭാവം മാറ്റിയാണ് ശുഭഭാവന പുലർത്താണ്, ശ്രേഷ്ഠ ഭാവന പുലർത്തുകയാണെങ്കിൽ നമ്മുടെ കണക്ക് നല്ലതാവും. അവിടെ ശത്രു നമ്മുടെ മിത്രമാവും. അപ്പൊ ആ കണക്ക് അവിടെ തീരെയാണ്. നമ്മൾ പോസിറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ആ കണക്ക് അവിടെ കുറയുന്നു. അപ്പൊ ഏറ്റവും നല്ലത് എന്താണ്, അവർക്ക് വേണ്ടി സ്പെഷ്യൽ ശ്രേഷ്ഠ ഭാവനയും ശുഭഭാവനയും കൊടുക്കുന്നതാണ്. അങ്ങനെയുള്ള കണക്കുകളുള്ള ആത്മാക്കളോട് നമ്മൾ ചെയ്യുന്നതിൽ ഉത്തമം. അപ്പൊ നമുക്ക് ശത്രുവിനെ മിത്രമാക്കാൻ സാധിക്കും. അല്ലേ? അപ്പൊ അതാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ബാബ പറയുന്നത് എന്താന്ന് വെച്ചാല്, അങ്ങനെയുള്ള ആത്മാക്കളെയും, അവരുടെ കയ്യിലിരിപ്പ് ശരിയല്ല, പക്ഷെ അങ്ങനെയുള്ള ആത്മാക്കളെയും ബാബയാണ് സെലക്ട് ചെയ്തത്. ബാബയാണ് ഈ പരിവാരത്തിലേക്ക് കൊണ്ടുവന്നത്. അവര് സ്വയം വന്നിട്ടുള്ളതല്ല. അല്ലെ, ബാബയാണ് അവരെ ഇഷ്ടപ്പെട്ടത്. അല്ലേ? അപ്പൊ 36 ഗുണങ്ങളിൽ 35 ഗുണം അവർക്ക് ഉണ്ടാവില്ല, പക്ഷെ അവരിൽ ഒരു വിശേഷ ഗുണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബാബ അവരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ബാപ്നെ സബ്സെ ബഡത്തെ ബഡ ഗുൺ വിശേഷത ബാപ്കോ പെഹചാനനെ കി ബുദ്ധി. ഏറ്റവും വലിയതിലും വലിയ വിശേഷത എന്താണ്? ഏറ്റവും വലിയതിലും വലിയ ഗുണം, ഏറ്റവും വലിയതിലും വലിയ വിശേഷത എന്താണ്? ബാബയെ തിരിച്ചറിയാനുള്ള ബുദ്ധി. ഏറ്റവും വലിയതിലും വലിയ വിശേഷതയാണ്, വലിയതിലും വലിയ ഗുണമാണ് ബാബയെ തിരിച്ചറിയാനുള്ള ബുദ്ധി. ബാപ്കെ ബന്നേക്ക് ഹിമ്മത്ത്, അല്ലെ, ബാബയുടേതായി തീരാനുള്ള ധൈര്യം, ബാബയുടേതായി തീരാനുള്ള ധൈര്യം, ബാബയെ തിരിച്ചറിയാനുള്ള ബുദ്ധി, അല്ലെ, ബാപ്സെ പ്യാർ കർണേക്ക് വിധി, ബാബയെ സ്നേഹിക്കാനുള്ള വിധി, അല്ലെ, പിന്നെന്താണ്, ബാബയുടേതായി മാറാനുള്ള ധൈര്യം, ബാബയെ തിരിച്ചറിയാനുള്ള ബുദ്ധി. ഇതൊക്കെ വളരെ വലിയതിലും വലിയ ഗുണമാണ്, വിശേഷതയാണ്. ബാബ പറയണ അത് ആ കുട്ടിക്കുണ്ടല്ലോ. ആ കുട്ടിയുടെ ഏത് സ്വഭാവം മോശമാണെങ്കിലും എന്താണ്, ആ കുട്ടിക്ക് ഏത് വിശേഷതയുണ്ട്? ബാബയെ തിരിച്ചറിഞ്ഞില്ലേ, തിരിച്ചറിയാനുള്ള ബുദ്ധിയുണ്ട്. പിന്നെന്തുണ്ട്? ബാബയുടെ ആയിത്തീരാൻ ധൈര്യം കാണിച്ചു. കാരണം ഈ ഭൂമിയിൽ ബാബയുടെ ശ്രീമത്തിലൂടെ നടക്കണമെങ്കിൽ എന്ത് വേണം? നല്ല ധൈര്യം വേണം. ധൈര്യം കാണിച്ചു. പിന്നെ ബാബയെ സ്നേഹിക്കാനുള്ള വിധി അറിയാം. അപ്പൊ ബാബ പറയുന്ന സാരേ കൽപ്പേ ധർമ്മ പിതാവുമേ ബി നഹി ദി, രാജ നേതാവുമേ ബി നഹി. അല്ലെ, മുഴുവൻ കൽപ്പത്തിലും ധർമ്മപിതാക്കന്മാരിലും അതില്ലായിരുന്നു. ഏത് ബാബയെ തിരിച്ചറിയാൻ പറ്റുമോ ധർമ്മപിതാക്കന്മാർക്ക്? അവര് ബാബയെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും അവര് ശരിക്കും തിരിച്ചറിഞ്ഞിട്ടില്ല. അവര് സന്ദേശവാഹകനാണ്. അല്ലെ, അവർക്ക് ബാബയുടെ സ്വത്ത് നേടാനുള്ള ഭാഗ്യമുണ്ടോ? ബാബയുടെ പാലന അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടോ? ഉണ്ടോ? അല്ലെ, അപ്പൊ സംഗമയുഗത്തിലെ ബ്രാഹ്മണനാകാനുള്ള ഭാഗ്യം അവർക്കില്ലല്ലോ, ധർമ്മപിതാക്കന്മാർക്കില്ലല്ലോ. അല്ലെ, പിന്നെന്താണ്, രാജ നേതാക്കന്മാർക്കുണ്ടോ? വലിയ വലിയ രാജ നേതാക്കന്മാർ ഇവിടെ ഇല്ലേ? പിണറായിക്കുണ്ടോ? ബാബയുടെ കുട്ടിയാകാൻ ബാബയെ തിരിച്ചറിയാനുള്ള ബുദ്ധിയുണ്ടോ? അപ്പൊ അവരിവിടെ ഏത് സ്ഥാനത്ത് ഇരുന്നാലും, വലിയ നേതാവായിട്ടിരുന്നാലും പരമാത്മാവിനെ തിരിച്ചറിയാനുള്ള ബുദ്ധി ഉണ്ടായില്ലല്ലോ. അല്ലെ, രാജ്യ നേതാക്കന്മാരുടെ അടുത്തും ഇല്ലത് ഈ വിശേഷത. നമുക്ക് ഇഷ്ടമില്ലാത്ത കുട്ടി ഉണ്ടല്ലോ, നമുക്ക് സ്നേഹം കുറഞ്ഞു പോയ കുട്ടി ഉണ്ടല്ലോ, അവരുടെ അടുത്തുള്ള വിശേഷത ആർക്കില്ല? ധർമ്മപിതാക്കന്മാർക്കും ഇല്ല, രാജ്യ നേതാക്കന്മാർക്കും ഇല്ല, ധനവാന്മാർക്കും ഇല്ല. ഈ ലോകത്തിലെ ധനവാന്മാരും ബാബയെ തിരിച്ചറിഞ്ഞില്ല. ബാബയെ സ്നേഹിക്കാനുള്ള വിധി അവർക്കും അറിയില്ല. അല്ലെ, ബാബയുടേതാകേണ്ട ധൈര്യം അവർക്കില്ല. ആത്മാവേ, അല്ലെ, ബാബ പറയണ ഇതൊന്നും ഇവരിലില്ല, പക്ഷെ ആത്മാവിലുണ്ട്. ഈ വിശേഷത ആരിലുണ്ട്? നമ്മൾ ആരിൽ നിന്നാണോ അകന്നു പോയത്, ആരെയാണോ നമുക്ക് ഇഷ്ടമല്ലാത്തത്, ആത്മാവിനുണ്ട് ആ വിശേഷത. लेकिन उस आत्मा में है। तो बाप आप सबसे पूछते हैं कि आप जब बाप के पास आए तो क्या गुण संपन्न होके आए थे? അല്ലേ? അപ്പൊ ബാബ പറയാണ്, ബാബ നിങ്ങൾ എല്ലാ കുട്ടികളോടും ചോദിക്കുകയാണ്, നിങ്ങൾ ബാബയുടെ അടുക്കിലേക്ക് വന്നപ്പോ ഗുണസമ്പന്നരായിട്ടാണോ വന്നേ? നിങ്ങൾ ബാബയുടെ അടുക്കിലേക്ക് വന്നപ്പോ സർവ്വഗുണ സമ്പന്നരായിട്ടാണോ വന്നത്? ബാബ ചോദിക്കുകയാണ്. तो बाप ने आपकी कमजोरियों को देखा क्या?
നിങ്ങൾക്ക് എന്തെല്ലാം ദൗർബല്യങ്ങളുണ്ട്, കുറവുകളുണ്ട്. ബാബ ഇത് വല്ലതും കണ്ടോ? ബാബ ഇത് വല്ലതും കണ്ടോ? ഹിമ്മത്ത് ബഡായിന. ബാബ എപ്പോഴും കുട്ടികളുടെ ധൈര്യത്തെ വർദ്ധിപ്പിക്കലേ ചെയ്തത് അല്ലേ? ബാബ കുട്ടികളെ സെലക്ട് ചെയ്തു, ബാബയുടെ മാർഗത്തിലൂടെ നടത്തി അല്ലേ? ബാബ കുട്ടികളുടെ ധൈര്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ആപ് ഹി മേരെ തേ ഹേ ഓർ സദാ ബനേംഗെ. ബാബ എന്താ ധൈര്യം വർദ്ധിപ്പിച്ചത് എങ്ങനെയാണ്? ബാബ പറഞ്ഞു അല്ലെ, മക്കളെ നിങ്ങളാണ് എന്റേതായിരുന്നു, നിങ്ങൾ എന്റേതാണ്, നിങ്ങൾ സദാ എന്റേതായിരിക്കും. മനസ്സിലായോ? നിങ്ങൾ എന്റേതായിരുന്നു, നിങ്ങൾ എന്റേതാണ്, നിങ്ങൾ സദാ എന്റേതായിരിക്കും. അങ്ങനെ പറഞ്ഞ് ബാബ നമ്മൾക്ക് ധൈര്യം വർദ്ധിപ്പിച്ചു. ബാബയുണ്ട്, അപ്പൊ നമ്മൾ എന്താ പറയാ? എനിക്ക് ബാബയുണ്ട്. കാരണം ബാബ എന്ത് പറഞ്ഞു? നിങ്ങൾ എന്റേതായിരുന്നു, നിങ്ങൾ എന്റേതാണ്, നിങ്ങൾ എന്നും എന്റേതായിരിക്കും അല്ലെ? അങ്ങനെ ബാബ പറഞ്ഞപ്പോഴേക്കും നമുക്ക് ധൈര്യമായി. എല്ലാ കാര്യത്തിലും ഞാൻ ബാബയുടെയാണ്, ബാബയുടെയാണ്, ബാബയുണ്ട്, ഇപ്പോഴും ബാബയുണ്ട്. എല്ലാ കാര്യത്തിലും 1000 കൈകളോടെ 10000 കൈകളോടെ എന്നെ സഹായിക്കാൻ ബാബയുണ്ട്, ബാബയുണ്ട്, ഞാൻ ബാബയുടെ കുട്ടിയാണ്, എപ്പോഴും ബാബയുടെ കുട്ടിയാണ് അല്ലെ? അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ബാബനെ ആപ്കെ കംജോരിയോ കോ ദേഖാ ക്യാ? ബാബ നമ്മുടെ ദൗർബല്യങ്ങളെ കണ്ടോ? ഫോളോ ഫാദർ കരൂ. അപ്പൊ നമ്മൾ ആരാകണം? ബാബയെ ഫോളോ ചെയ്യണം അല്ലെ? ബാബയെ ഫോളോ ചെയ്യണം. ബാബ എങ്ങനെയാണ് അതുപോലെ ഇരിക്കണം നമ്മള്. അപ്പൊ ബാബയ്ക്ക് എല്ലാ കുട്ടികളോടും ഒരേപോലെ സ്നേഹമാണ് അല്ലെ? ബാബ എല്ലാവർക്കും വേണ്ടി സ്നേഹത്തിന്റെ മഴയാണെങ്കിലും ജ്ഞാനത്തിന്റെ മഴയാണെങ്കിലും എല്ലാ കുട്ടികൾക്കും വേണ്ടി ഒരേപോലെ നൽകുന്നു. മുരളി മിസ് ചെയ്യുന്നത് കുട്ടികളാണ് അല്ലെ? ബാബയുടെ സ്നേഹവും പാലനയും മിസ് ചെയ്യുന്നത് കുട്ടികളാണ്. ബാബ എല്ലാവർക്കും ഒരേപോലെയാണ് അല്ലെ? അമൃതവേളയിൽ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ നൽകും. നമ്മൾ എണീറ്റില്ലെങ്കിൽ നഷ്ടം നമുക്ക്, മുരളി കേട്ടില്ലെങ്കിൽ നഷ്ടം നമുക്ക്. ബാബ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ നൽകുന്നു. അതുപോലെ നമ്മൾക്കും ആത്മീയ സ്നേഹം എല്ലാവരോടും ഒരുപോലെ ഉണ്ടായിരിക്കണം. बाप ने आपके कमजोरी को देखा क्या? तो जब विशेष आत्मा समझ किसको भी देखेंगे, संबंध संपर्क में आएंगे, तो बाप को सामने रखने से आत्मा में स्वतः ही आत्मिक प्यार एमर्ज होता है. ബാബ പറയാണ്, ബാബയെ മുന്നിൽ വെക്കുന്നതിലൂടെ ആത്മാവ് സ്വതവേ അതായത് ആത്മാവില് സ്വതവേ ആത്മീയ സ്നേഹം നിറയുന്നു. അപ്പൊ നമ്മള് എപ്പോഴും അല്ലെ, ബാബ പറയാണ് വിശേഷ ആത്മാവാണെന്ന് മനസ്സിലാക്കി നമ്മൾ മറ്റുള്ളവരെ കാണണം. നമ്മൾ മറ്റുള്ളവരെ എങ്ങനെയാ കണ്ടത്? അവര് വിശേഷ ആത്മാവാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ കാണണം. മറ്റുള്ളവരുടെ സംബന്ധ സമ്പർക്കത്തിലേക്ക് വരുമ്പോൾ അവര് വിശേഷ ആത്മാവാണെന്ന് മനസ്സിലാക്കി അവരെ കാണണം. ബാബയെയും മുന്നിൽ വെക്കണം, ബാബയെ മുന്നിൽ വെക്കണം. ബാബയ്ക്ക് ഇഷ്ടപ്പെട്ട ആത്മാവ് അത്, ബാബ സെലക്ട് ചെയ്ത ആത്മാവാണ് അല്ലെ? വിശേഷ ആത്മാവാണ് എന്നുള്ള ആ ഭാവനയോട് കൂടി കാണുമ്പോ സ്വതവേ അവരെ പ്രതി നമ്മുടെ ഉള്ളിൽ എന്ത് നിറയും? ആത്മീയ സ്നേഹം നിറയുന്നു. ആപ്കെ സ്നേഹസേ സർവ്വക്കെ സ്നേഹി ബൻ ജായേംഗെ അല്ലെ? ബാബ പറയാണ്, നിങ്ങൾ എത്രത്തോളം മറ്റുള്ളവരുടെ ആത്മീയ സ്നേഹത്തോടെ ഇടപഴകുന്നുണ്ടോ, എല്ലാവരെ പ്രതിയും നിങ്ങളുടെ ഉള്ളിൽ ആത്മീയ സ്നേഹമുണ്ടോ, നിങ്ങൾ സർവരുടെയും സ്നേഹിയായിട്ട് മാറും. കാരണം നിങ്ങൾ സ്നേഹം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്നേഹം തിരിച്ചു കിട്ടും അല്ലെ? ബാബ പറയാണ്, നിങ്ങൾ മറ്റുള്ളവർക്ക് ആത്മീയ സ്നേഹത്തോടു കൂടി ഇടപഴകുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ ആരായി തീരാണ്? സർവരുടെയും സ്നേഹിയായിട്ട് മാറുകയാണ്. ആത്മീയ ശ്രേയസെ സദാ സഭി ദ്വാര സദ്ഭാവന സഹയോഗി ഭാവന സ്വതഹി ആപ്കെ പ്രതി ദുഭാവോ കെ രൂപമേ പ്രാപ്ത ഹോഗി അല്ലെ? ബാബ പറയാണ്, ആത്മീയ സ്നേഹത്തിലൂടെ സദാ സർവരിലൂടെ സദ്ഭാവന, സഹയോഗത്തിന്റെ ഭാവന സ്വതവേ അല്ലെ നിങ്ങളെ പ്രതി ആശീർവാദത്തിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് പ്രാപ്തമാകുകയാണ്. അപ്പൊ നമ്മൾ ആത്മീയ സ്നേഹം പകരുമ്പോൾ, ആത്മീയ സ്നേഹത്തിലൂടെ നമ്മൾ മറ്റുള്ളവരുടെ സംബന്ധ സമ്പർക്കത്തിലേക്ക് വരുമ്പോൾ എല്ലാവരുടെ ഉള്ളിലും നിങ്ങളെ പ്രതി എന്തുണ്ടാവും? സദ്ഭാവന, സഹയോഗത്തിന്റെ ഭാവന അല്ലെ? ആ സദ്ഭാവനയും സഹയോഗത്തിന്റെ ഭാവനയും അവരുടെ ഉള്ളിൽ നിന്ന് നിങ്ങളിലേക്ക് വരുമ്പോൾ സ്വതവേ അവർ സർവരുടെയും അല്ലെ സ്വതവേ അവരുടെ ആശീർവാദവും കൂടി നമുക്ക് പ്രാപ്തമാകും. ആ സദ്ഭാവനയും സഹയോഗത്തിന്റെ ഭാവന ഏത് രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത്? ആശീർവാദത്തിന്റെ രൂപത്തിൽ ലഭിക്കും. ഇതിനെയാണ് പറയുന്നത് ആത്മീയ യഥാർത്ഥ ശ്രേഷ്ഠമായ ഹാൻഡിലിംഗ് അല്ലെ? അപ്പൊ ഇതിനെയാണ് എന്ത് പറയുന്നത്? ആത്മീയ യഥാർത്ഥ ശ്രേഷ്ഠമായ ഹാൻഡിലിംഗ്. ബാപ് ദാദ ആജ് മുസ്കുരാ രഹേ അല്ലെ? ബാപ് ദാദ പുഞ്ചിരിക്കുകയായിരുന്നു. बच्चों में 3 शब्दों के कारण कंट्रोलिंग पावर, रूलिंग पावर कम हो जाती है.
കുട്ടികളില് ബാബ പറയാണ് റൂളിംഗ് പവറും കൺട്രോളിംഗ് പവറും കുറയാനുള്ള കാരണം 3 വാക്കുകളാണ്. കൺട്രോളിംഗ് പവറും റൂളിംഗ് പവറും കുറഞ്ഞു പോകാനുള്ള കാരണം 3 വാക്കുകളാണ്. അതില് ആ 3 വാക്കുകൾ എന്ന് പറയുന്നത് ഒന്ന് വൈ, പിന്നെ വാട്ട്, പിന്നെ വാണ്ട്. വൈ, വാട്ട്, വാണ്ട് എല്ലാം 3 W ആണ് അല്ലേ? അപ്പൊ വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ആദ്യം എന്താ ചോദിക്കുക? ഇനി ആ കുട്ടി നമ്മളോട് മോശമായിട്ട് പെരുമാറി ഉടനെ വൈ അല്ലേ? മനസ്സിൽ എന്താ വരിക? വൈ. പിന്നെ എന്ത്, എന്ത് അല്ലേ? വാട്ട്, എന്ത്, എന്തുകൊണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും പ്രയോഗിക്കാനുള്ള മറ്റൊരു പദം എന്താണ്? വാണ്ട്. കാരണം എപ്പോഴും നമുക്ക് എന്താണ്? വേണം, 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 വേണം അല്ലേ? കാരണം ആ കുട്ടിയിൽ നിന്ന് പോലും നമ്മൾ നല്ല പെരുമാറ്റം, നല്ല പ്രവൃത്തി ആഗ്രഹിക്കുന്നില്ലേ? ആഗ്രഹിക്കുന്നു. അപ്പൊ ഏതൊരു കാര്യത്തിലും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ വേണം, വേണം, വേണം. അപ്പൊ അങ്ങനെ 3 വാക്കുകളാണ്. ഇതാണ് നമ്മുടെ കൺട്രോളിംഗ് പവറും റൂളിംഗ് പവറും കുറയ്ക്കുന്നത്. വൈ, വാട്ട്, വാണ്ട്. 3 ശബ്ദ കഥം കർ ഏക് ശബ്ദ. ഇനി 3 വാക്കുകളെ വേണ്ട, ഉപേക്ഷിക്കും. ഈ 3 വാക്കുകളെ സമാപ്തമാക്കി ഒരേ ഒരു വാക്ക് പറയും. എന്താ പറയേണ്ടത്? വൈ ആയേ തോ ഏക് ശബ്ദ പോലോ, വാഹ് അല്ലെ? വൈ എന്ന് വന്നു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആഹാ. ഉടനെ എന്ത് പറയണം? വാഹ്, ആഹാ. വൈ, വാട്ട്, വാണ്ട് ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആഹാ. വാഹ്, വാഹ് എപ്പോഴെന്താ പറയേണ്ടത്? ആഹാ, ആഹാ അല്ലേ? ബാബ ചോദിക്കും, ഇത് പറയാൻ അറിയില്ലേ? വാഹ് ബാബ, വാഹ് മേ, വാഹ് ഡ്രാമ അല്ലെ? ആഹാ ബാബ, ആഹാ ഞാൻ, ആഹാ ഡ്രാമ അല്ലെ? നമ്മൾ എപ്പോഴും പറയേണ്ടത് എന്താണ്? ആഹാ ബാബ, ആഹാ ഞാൻ, ആഹാ ഡ്രാമ. സിർഫ് വാ വാ. അതുകൊണ്ട് വൈ ഇല്ല അല്ലെ? പിന്നെ വാട്ടില്ല, വാണ്ടില്ല, വാഹ്. വാഹ് പോലെ തോ 3 ശബ്ദ കഥം ഹോ ജായെംഗെ. എന്ത് മനോഹരമായിട്ടല്ലേ ബാബ പറയുന്നത്. അപ്പൊ ബാബ പറയാണ് ഇങ്ങനെ അല്ലേ? ഇത് ഇത്ര സുന്ദരമായിട്ടേ നമ്മൾ എവിടെയും കേട്ടിട്ട് പോലും ഇല്ലല്ലോ അല്ലേ? ഇത്രയും മനോഹരമായിട്ട്. അപ്പൊ ബാബ പറയാണ് ആ ആഹാ എന്ന് പറയൂ, അപ്പോൾ ഈ 3 വാക്കുകൾ സമാപ്തമാകും. ഇനി എപ്പോഴും എന്ത് വന്നാലും ആഹാ, ആരെന്ത് കാണിച്ചാലും ആഹാ. എപ്പോഴും നമ്മൾ ആഹാ, ആഹാ എന്ന് പറയാ. ഏത് നെഗറ്റീവ് പരിസ്ഥിതിയിലും ആഹാ, ആഹാ എന്ന് പറയാൻ നമ്മൾ പഠിച്ചാൽ, ആഹാ ഡ്രാമ, ആഹാ ബാബ, ആഹാ ഞാൻ അല്ലെ? ആ ആഹാ പറയാൻ നമ്മൾ പഠിക്കുകയാണെങ്കിലേ എന്ത് സംഭവിക്കും? അവിടെ വാട്ട്, വയ്യ, വാണ്ട് അവിടെ സമാപ്തമാകും, പ്രശ്നങ്ങൾ സമാപ്തമാകും അല്ലേ? ആഹാ, ആഹാ എന്ന് പറയുമ്പോൾ എന്താ ഗുണം? അവിടെ ഫുൾ സ്റ്റോപ്പ് ആണ്, അവിടെ പോസിറ്റീവ് ആണ്, ഫുൾ സ്റ്റോപ്പ് ആണ് അല്ലെ? അവിടെ നമുക്ക് പിന്നെ ആരോടും വിരോധമൊന്നുമില്ല, ആരോടും നെഗറ്റീവ് ഭാവനയില്ല അല്ലെ? പരിതസ്ഥിതികൾ വന്നാലും അത് നമ്മുടെ മനസ്സിനെ അലട്ടുന്നില്ല. ഇത് എന്തുകൊണ്ട്, എങ്ങനെ, എന്ത് എന്നുള്ള ചോദ്യങ്ങളില്ല അല്ലെ? ഇത് ഇങ്ങനെ വേണമായിരുന്നു, അങ്ങനെ വേണമായിരുന്നു ഇല്ല. നമുക്ക് തോന്നി ഇങ്ങനെ വേണമായിരുന്നു, അങ്ങനെ വേണമായിരുന്നു ഇല്ല, അതൊന്നും ഇല്ല. ആഹാ. നമ്മളെന്താ പറയുന്നത്? ആഹാ. ഏത് നെഗറ്റീവ് പരിസ്ഥിതിയിലും ആഹാ. ഇല്ലെങ്കിൽ നമ്മൾ ആകെ അസ്വസ്ഥമാകും അല്ലേ? ഇതെല്ലാം നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും, നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടും അല്ലേ? അതിനെ പകരം ബാബ എന്താ പറയുന്നത്? ഇനി എന്ത് നെഗറ്റീവ് പരിസ്ഥിതിയാണെങ്കിലും കുട്ടികളെ നിങ്ങൾ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കേണ്ടത്? നെഗറ്റീവ് പരിസ്ഥിതികളാണെങ്കിലും വ്യക്തികളുടെ നെഗറ്റിവിറ്റീസ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കണം? ആഹാ. ആഹാ ബാബ, ആഹാ ഞാൻ, ആഹാ ഡ്രാമ അല്ലെ? ഡ്രാമ മംഗളകാരി കല്യാണകാരിയാണ്. ആഹാ, ആഹാ, ആഹാ അല്ലെ? പോസിറ്റീവായിട്ട് നമ്മൾ പ്രതികരിക്കുക. അപ്പൊ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റും അല്ലേ? നമ്മുടെ മനസ്സിന് ശാന്തതയുണ്ട്, മനസ്സിന് സന്തോഷം നഷ്ടപ്പെടില്ല, മനസ്സ് ആകെ അസ്വസ്ഥമാകില്ല, അശാന്തമാകില്ല. तो उस दिन भी सुनाया ना बाप दादा कौन सा खेल देखा അല്ലെ? അന്നും ബാബ കേൾപ്പിച്ചല്ലോ ബാപ്പ് ദാദ ഏതൊരു കളിയാണ് കണ്ടത്. आप लोगों का एक चित्र पहले का बनाया हुआ है जिसमें दिखाया है योगी योग लग रहा है, बुद्धि को एकाग्रचित कर रहा है, बैलेंस रख रहा है, बैलेंस की तराजू दिखाई है, जितना बुद्धि का बैलेंस करता उतना कोई बंदर आकर बैठता है. അപ്പൊ ബാബ പറയാണ്
ബാബ കുട്ടികളെ കേൾപ്പിച്ചിരുന്നു അല്ലേ, ഒരു കളി. അത് ഏത് കളിയാണ്? അതായത് നിങ്ങളുടെ തന്നെ ഒരു ചിത്രം ബാബ ആദ്യമേ നിർമ്മിച്ചിരുന്നു അല്ലെ. അതിലെന്താ കാണിച്ചിരിക്കുന്നത്? യോഗി യോഗം ചെയ്തുകൊണ്ടിരിക്കുക, ബുദ്ധിയെ ഏകാഗ്രചിത്തമാക്കിക്കൊണ്ടിരിക്കുക, ബാലൻസ് വെച്ചുകൊണ്ടിരിക്കുക അല്ലെ. യോഗി ബാലൻസ്ഡ് ആകുകയാണ്, ബുദ്ധിയെ ഏകാഗ്രചിത്തമാക്കുക, യോഗം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ അവിടെ എന്താണ് ബാലൻസ് എന്ന് പറയുന്നത്? എന്താണ്? ക്ലാസ് ആണ്. ക്ലാസ്സിലല്ലേ നമുക്ക് ബാലൻസ് കാണാൻ പറ്റുക അല്ലെ. അപ്പൊ യോഗി യോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബാലൻസിലാണ്. പക്ഷെ എന്ത് സംഭവിക്കും? ഈ 3 കാര്യങ്ങളാകുന്ന കുരങ്ങൻ വന്നിരിക്കും. ഗ്ലാസിന്റെ ഒരു തട്ടിൽ ആര് വന്നിരിക്കും? യോഗി ബാലൻസിൽ ഇരിക്കുക, പക്ഷെ എന്താണ്? കുരങ്ങൻ വന്നിരിക്കും. അപ്പോ നമ്മള് ബുദ്ധിയുടെ ബാലൻസ് വെക്കാം, യോഗം ചെയ്യുക, ബുദ്ധിയെ ഏകാഗ്രമാക്കുക, ഏകാഗ്രചിത്തമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മനോബുദ്ധികളെ നമ്മൾ ബാലൻസിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷെ അവിടെ വന്ന് കുരങ്ങൻ വന്നിരുന്നാലോ? ഇൻ തീനോ ബാത്തോं का बंदर आ जाते हैं. ഈ വൈ വാട്ട് വാണ്ടെന്നുള്ള കുരങ്ങൻ വന്നിരിക്കുക. ബാലൻസ് നമ്മൾ ബാലൻസ് ചെയ്യാണ്, പക്ഷെ എന്താണ്? ആ ബാലൻസ് ചെയ്യുന്നതില് ബുദ്ധിയുടെ ബാലൻസിലെ കുരങ്ങൻ വന്നിരിക്കും. അപ്പൊ പിന്നെ ബാലൻസ് ഉണ്ടാവോ? ബാലൻസിന്റെ അവസ്ഥ എന്താവും? കുരങ്ങൻ വന്നിരുന്ന എല്ലാ ബാലൻസും പോയില്ലേ, പിന്നെ ഉലച്ചിലുണ്ടാവും, പിന്നെ ബാലൻസ് ഉണ്ടാവില്ല. ये 3 शब्द बैलेंस को समाप्त कर देते. നമ്മുടെ മനോബുദ്ധികളുടെ സ്റ്റെബിലിറ്റിയെ നഷ്ടപ്പെടുത്തുന്നതാണ് എന്ത്? ഈ 3 കാര്യം. അവിടെ നമ്മള് ബാലൻസ്, നമ്മൾ ഉലച്ചിലേക്ക് വരും, അശാന്തമാകും. ബുദ്ധിക്കോ നച്ചാനെ ലഗ്തേ ഹൈ. പിന്നെ നമ്മുടെ ബുദ്ധിയുടെ ബാലൻസ് പോയി. പിന്നെ കുരങ്ങൻ വന്നിട്ട് എന്താ ചെയ്യുന്നത്? നമ്മുടെ ബുദ്ധിയെ കളിപ്പിക്കുക, നമ്മുടെ ബുദ്ധിയായിട്ട് ഒലയ്ക്കുക. ബന്ദർ ആരാംസെ ബൈഠ് സക്താ ഹൈ ക്യാ? ബാബ പറയാണ്, നിങ്ങളെ ബുദ്ധിയുടെ ബാലൻസിൽ ഇരിക്കുമ്പോ കുരങ്ങൻ വന്നിരുന്നാൽ കുരങ്ങൻ ചുമ്മാ ഇരിക്കുന്ന വിചാരിച്ച കുരങ്ങൻ എന്ത് ചെയ്യും? കുരങ്ങൻ ചപലനായി കുരങ്ങനല്ല, അടങ്ങിയിരിക്കോ ഒരു സെക്കൻഡ്, ഒരു നിമിഷം? അപ്പൊ നമ്മുടെ എല്ലാ ബാലൻസും പോയി. ये 3 शब्द बैलेंस को समाप्त कर देते हैं. അതുകൊണ്ട് ഈ 3 വാക്കുകളാണ് നമ്മുടെ ബുദ്ധിയുടെ ബാലൻസിനെ സമാപ്തമാക്കുന്നത്. നമ്മുടെ മനോബുദ്ധികളെ ഏകാഗ്രചിത്തമാക്കി യോഗ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബാലൻസ് ആണ് ബുദ്ധിയുടെ ബാലൻസ്. പക്ഷെ ബുദ്ധിയുടെ ബാലൻസിനെ നഷ്ടപ്പെടുത്തുന്നത്, ആകെ നമ്മുടെ ബുദ്ധിയിൽ ഉലച്ചിലുകൾ സൃഷ്ടിക്കുന്നത് എന്താണ്? ഈ 3 വാക്കുകളാണ്. बुद्धि को नचाने लगते हैं, नचाने लगते हैं. बंदर आराम से बैठता है क्या? कुछ नहीं हो तो पूंछ को ही हिलाते रहेगा. ഇനി അഥവാ കുരങ്ങൻ അടങ്ങിയിരിക്കാതിരിക്കട്ടെ, എന്നാലും ചുമ്മാ ഇരിക്കത്തില്ല, പാലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും, പാലിട്ട് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോഴും കുരങ്ങനെ ചുമ്മാതിരിക്കാൻ പറ്റത്തില്ല. इसमें बैलेंस न होने के कारण बाप द्वारा हर कदम में जो दुआएं मिलती हैं, आत्मीय स्नेह के कारण परिवार द्वारा जो दुआएं मिलती हैं, उसे वंचित हो जाते हैं. അപ്പൊ ഇങ്ങനെ നമ്മുടെ ബുദ്ധിയുടെ ബാലൻസ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഈ 3 വാക്കുകളാകുന്ന കുരങ്ങൻ വന്നിരുന്ന് അല്ലെ നമ്മുടെ ബുദ്ധിയില് പൊള്ളൊക്കെ സൃഷ്ടിക്കുന്നു, ബുദ്ധിയിൽ ഉലച്ചിലുണ്ടാക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ബാലൻസ് ഇല്ലാതെ വരുന്നതും. ബാബയിലൂടെ ഓരോ ചുവടിലും നമുക്ക് ആശീർവാദം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മീയ സ്നേഹം കാരണം പരിവാരത്തിലൂടെ നമുക്ക് ആശീർവാദം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്നെല്ലാം നമ്മൾ വഞ്ചിതരാകും. ഈ പരിവാരത്തിലെ എല്ലാ വ്യക്തികളോടും നമ്മൾ എത്ര നന്നായിട്ട് ഇടപെടുന്നു, എത്ര സ്നേഹത്തോടെ ഇടപെടുന്നു, ആത്മീയ സ്നേഹം പുലർത്തുന്നു, അത്രയും അവരുടെ ആശീർവാദം ഉണ്ട് അല്ലേ. ബാബയുടെ ആശീർവാദം നമുക്ക് ഓരോ ചുവടിലുണ്ട്, അതിൽ നിന്നെല്ലാം നമ്മൾ വഞ്ചിതരായി പോകും. ജैसे बाप से संबंध रखना आवश्यक है, ऐसे ईश्वरीय परिवार से संबंध रखना भी अति आवश्यक है. ബാബയോട് സംബന്ധം വെക്കേണ്ടത് വളരെ ആവശ്യമാണ്, അതേപോലെ ഈശ്വരീയ പരിവാരത്തിനോട് സംബന്ധം വെക്കേണ്ടത് വളരെ ആവശ്യമാണ്. सारे कल्प में नंबर 1 आत्मा ब्रह्मा बाप ഈശ്വരീയ परिवार के संबंध संपर्क में आना. മുഴുവൻ കൽപ്പത്തിലെ നമ്പർ 1 ആയിട്ടുള്ള ബ്രഹ്മ ബാബ, നമ്പർ 1 ആത്മാവാണ് ബ്രഹ്മ ബാബ. ആ ബ്രഹ്മ ബാബയുടെയും ഈശ്വരീയ പരിവാരത്തിന്റെയും സംബന്ധ സമ്പർക്കത്തിലേക്ക് നമുക്ക് വന്നേ മതിയാകൂ. സമജന അച്ഛാ ബാപ് തോ ഹമാരാ ഹം ബാപ് കെ ഹേ. അങ്ങനെ ഒരിക്കലും കുട്ടികളെ വിചാരിക്കരുത്, ബാബ ഞങ്ങളുടേതാണ്, ബാബ എന്റെയാണ്, ഞാൻ ബാബയുടെയാണ്.
तो ये भी पास വിത്ത് ഓണർക്ക് നിശാനി നഹി. അപ്പൊ ബാബ മാത്രം മതി എനിക്ക്, അല്ലെ? വേറെ ആരെയും വേണ്ട, ഈ പരിവാരവും വേണ്ട. അപ്പൊ ബാബ എന്റേതാണ്, ഞാൻ ബാബയുടേതാണ്. ബാബ പറയാണ് ഇത് ബഹുമതിയോടെ പാസ്സാകുന്നവരുടെ അടയാളമല്ല ഇത്. ബഹുമതിയോടെ പാസ്സാകുന്നവരുടെ അടയാളമല്ല ഇത്. ക്യോങ്കി ആപ് സന്യാസി ആത്മായെ നഹി ഹോ. അല്ലെ? ബാബ പറയണ ബാബ എന്റെയാണ്, ഞാൻ ബാബയുടെയാണ്, ഇനി വേറെ ആരും വേണ്ട എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ സന്യാസി ആത്മാക്കളൊന്നുമല്ല. ഋഷിമുനിമാരുടെ ആത്മാവാണോ നമ്മള്? സന്യാസിയാണോ നമ്മള്? അല്ല. വിശ്വസെ കിനാര കർണേഹോ, അല്ലെ? സന്യാസിമാരല്ലേ നാടും വീടും ലോകവും ഉപേക്ഷിച്ച് പോണത്, അല്ലെ? തന്റെ ഭാര്യ മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് ആരാണ്? സന്യാസിമാരാണ്, അല്ലെ? നിങ്ങളെ ലോകത്തിനെ ഉപേക്ഷിക്കുന്നവരല്ല, പിന്നെ ആരാണ്? അല്ലെ? വിശ്വത്തിന് ആശ്രയം നൽകുന്നവരാണ്. നിങ്ങൾ വിശ്വത്തിന് ആശ്രയം നൽകുന്നവരാണ്. വിശ്വത്തെ നിന്ന് അകന്നു പോകുന്നവരല്ല, വിശ്വത്തിൽ നിന്നും ദൂരെ പോകുന്നവരല്ല. വിശ്വ കല്യാണക്കാരിയോ, നിങ്ങൾ ആരെയാണ് കുട്ടികള്? വിശ്വമംഗളകാരികളാണ്. ബ്രാഹ്മണ ആത്മാവും की बात छोड़ो लेकिन പ്രകൃതി को भी परिवर्तन करने के सहारा आप हो. ബ്രാഹ്മണാത്മാക്കളുടെ കാര്യം പോട്ടെ, പ്രകൃതിയെ പോലും പരിവർത്തനം ചെയ്യുന്ന ആശ്രയം, പ്രകൃതിയുടെ പോലും പരിവർത്തനം ചെയ്യുന്ന ആ പരിവർത്തനത്തിന്റെ ആശ്രയം എന്ന് പറയുന്നത് നിങ്ങൾ കുട്ടികളാണ്. परिवार के अविनाशी प्यार के धागे के बीच से निकल नहीं सकते हैं. അല്ലെ? ഭവ പറയാണ് ഈ പരിവാരത്തിന്റെ അനശ്വരമായ സ്നേഹത്തിന്റെ ചരടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മളെല്ലാ ആത്മാക്കളും ഈ പരിവാരത്തിൽ എങ്ങനെയാണെന്ന് ഭവ പറയാണ്? ഒരു ചരടിൽ കോർത്ത മുത്തുകളെ പോലെയാണ്. ഒരു ചരടിൽ, ആത്മീയ സ്നേഹമാകുന്ന ചരടിൽ കോർത്ത മുത്തുകളാണ് നമ്മള്. അപ്പോ ഈ മാലയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ചാടിപ്പോകാൻ പറ്റുമോ? നമ്മളാകുന്ന മുത്തിന് ഈ മാലയിൽ നിന്ന് ചാടിപ്പോകാൻ പറ്റുമോ? നൂലിൽ കോർത്ത് വെച്ചിരിക്കുന്നത് എങ്ങനെ ചാടിപ്പോകും? അല്ലെ? ചാടിപ്പോകാൻ സാധ്യല്ല. तो विजयी रत्न प्यार के धागे के बीच से निकल नहीं सकते. ബാബ പറയാണ് വിജയी രത്നങ്ങളായിട്ടുള്ള കുട്ടികള് സ്നേഹത്തിന്റെ നൂലിൽ നിന്നും അവർക്ക് ചാടിപ്പോകാൻ സാധിക്കില്ല. इसलिए कभी भी किसी भी बात में, किसी स्थान में, किसी सेवा में, किसी साथी से किनारा करके अपनी अवस्था को अच्छा बना के दिखाओ. ये संकल्प नहीं करना. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കാര്യത്തിലും, ഒരു സ്ഥലത്ത് നിന്നും, ഒരു സേവയിലും, ഒരു കൂട്ടുകാരിൽ നിന്നും അകന്ന് മാറി തന്റെ അവസ്ഥയെ നല്ലതാക്കി കാണിക്കാം എന്നുള്ള സങ്കല്പം ചെയ്യരുത്. ബാബ പറയാണ്, അല്ലെ? ഇപ്പൊ ചില കുട്ടികളുണ്ട്, അവരെ പോകുന്ന സെന്ററിൽ പോകാൻ അവർക്ക് താല്പര്യമില്ല, അപ്പൊ പോകത്തില്ല. അപ്പൊ ബാബ പറയാണ് ഒരു സ്ഥലത്ത് നിന്നും, ഒരു സേവയിൽ നിന്നും, ഒരു കൂട്ടുകാരിൽ നിന്നും അകന്ന് നിങ്ങൾ നിങ്ങളുടെ അവസ്ഥയെ നല്ലതാക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സങ്കല്പം ചെയ്യരുത്. ഹം ഇസ്കെ സാത്ത് നഹീ ചൽ സക്തേ. ഓ, ഇവരായിട്ട് എനിക്ക് പറ്റില്ല, ഇവരായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇസ്കെ സാത്ത് ചലേംഗെ ഇസ് സ്ഥാൻ പർ ഉന്നതി നഹീ ഹോഗി. അല്ലെ? ഇവരുടെ കൂടെ ഞാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സ്ഥലത്ത് എനിക്ക് എന്റെ ആത്മീയ ഉന്നതി ഉണ്ടാകില്ല. ദൂസരെ സ്ഥാൻ പർ രഹേഗി. അതുകൊണ്ട് മറ്റേ സ്ഥലത്ത് പോയാലേ പറ്റുള്ളൂ. ഈ സേവാമേ വിഘ്നഹേ ദൂസരി സേവ അച്ഛാ ഹോഗ. ഈ സേവ ഞാൻ ചെയ്യില്ല, ഈ സേവയിൽ ഒരുപാട് വിഘ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ മറ്റൊരു സേവ ചെയ്യാം എന്ന് വിചാരിക്കും. ഏ സബ് കിനാര കർണിക്ക് ബാത്ത്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും എക്സ്ക്യൂസ് പറയുന്നുണ്ടെങ്കിൽ ബാബ പറയാണ് ഇതെല്ലാം അകന്നു മാറാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ ഓരോരോ എക്സ്ക്യൂസ് പറയുന്നത് നമുക്ക് അകന്നു പോകാനുള്ള, ദൂരെ പോകാനുള്ള ഒരു എക്സ്ക്യൂസ് ആണ് ഇതെല്ലാം. अगर एक बार ये आदत अपने में डाली तो ये आदत आपको कहाँ भी टिकने नहीं देगी. നമ്മുടെ ഉള്ളിൽ ഒരിക്കൽ നമ്മൾ ഈ ശീലം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ശീലം എന്ന് പറയുന്നത് പിന്നെ നമ്മളെ എവിടെയും ഉറച്ചു നിൽക്കാൻ അനുവദിക്കില്ല. ഇങ്ങനെ ഒരു ശീലം നമ്മളിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ശീലം നമ്മളെ ഒരിക്കലും എവിടെയും ഉറച്ചു നിൽക്കാൻ അനുവദിക്കില്ല. ബുദ്ധിക്കോ ഏകാഗ്ര, ബുദ്ധിയെ ഏകാഗ്രമാക്കാൻ അത് അനുവദിക്കില്ല. क्योंकि बुद्धि को बदलने की आदत पड़ गई है. കാരണം ബുദ്ധിക്ക് പരിവർത്തനപ്പെടാനുള്ള ശീലം വന്നിരിക്കുകയാണ്, അല്ലെ? ബുദ്ധിക്ക് പരിവർത്തനപ്പെടാനുള്ള, അല്ലെ? അത് ബുദ്ധിയെ ഒരിക്കലും ഏകാഗ്രമാക്കാൻ അനുവദിക്കില്ല. കാരണം ബുദ്ധിയെ ഒന്നിൽ ഉറക്കാതെ അതിൽ നിന്ന് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ശീലം വന്നു.
എ ബി കംജോരി ഗിനി ജായകി. ഇതും ദുർബലതയാണ്, ഇതും ദുർബലതയിലെ കണക്കാക്കുള്ളൂ അല്ലെ. ഉന്നതി നഹി ഗിനി ജായകി, അത് നിങ്ങളുടെ ആത്മോന്നതിയാണെന്നുള്ളതിൽ കണക്കിൽ പെടില്ല അല്ലെ. നിങ്ങളുടെ പോരായ്മയായിട്ടാണ്, നിങ്ങളുടെ ദൗർബല്യമായിട്ടാണ്, ദുർബലതയുടെ കണക്കിലേ അത് പെടുള്ളൂ. അല്ലാതെ അത് നിങ്ങളുടെ ഉന്നതിയാണെന്ന്, ഉന്നതിയിലേക്ക് അത് കണക്ക് കൂട്ടപ്പെടുന്നില്ല. സദൈവ അപ്നേമേ ശുഭ ഉമ്മീദ് രഖോ ഞാ ഉമ്മീദേ നഹി ബനോ അല്ലെ. എപ്പോഴും സ്വയത്തിൽ എന്താണ്, ശുഭമായ ആശ പുലർത്തും. സ്വയത്തിൽ എന്ത് വേണം, ശുഭമായ ആശ പുലർത്തും. ഒരിക്കലും നിങ്ങൾ നിരാശരാകാതിരിക്കും. ജैसे बाप ने हर बच्चे के शुभ उम्मीद रखी, ബാബ തന്റെ ഓരോ കുട്ടികളിലും ശുഭമായിട്ടുള്ള ആഗ്രഹം പുലർത്തും. कैसे भी है बाप नंबर लास्ट नंबर से भी कभी दिलशिकस्त नहीं बने അല്ലെ. ബാബ പറയാണ് അല്ലെ, കുട്ടികളെ, ബാബ ഓരോ കുട്ടികളിലും ശുഭമായിട്ടുള്ള ആശ വെച്ചു. കുട്ടികൾ എങ്ങനെ ആയിക്കോട്ടെ, എന്ത് സ്വഭാവം ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ബാബ ലാസ്റ്റ് നമ്പറിൽ വരുന്ന കുട്ടിയിൽ പോലും ബാബ നിരാശ പുലർത്തിയിട്ടില്ല. ഹൃദയ നൈരാശ്യം ബാബയ്ക്ക് ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് വരുന്ന കുട്ടികളിൽ പോലും ബാബ ശുഭ ആശ പുലർത്തുന്നു. ബാബ പറയാണ്, അതുപോലെ കുട്ടികളെ, നിങ്ങൾ ഹൃദയത്തിന്റെ ചക്രവർത്തിയാകും. നിങ്ങൾ ആരാക്കണം, ഹൃദയത്തിന്റെ ചക്രവർത്തിയാകും അല്ലെ. ഷാഹ്, ചക്രവർത്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, വിശാല ഹൃദയൻ. ചക്രവർത്തി എന്ന് പറഞ്ഞാൽ വിശാല ഹൃദയൻ, വലിയ, സദാ വലിയ ഹൃദയമുള്ളവരാണ് ചക്രവർത്തി. കോയി കംജോർ സംസ്കാരം നഹി ധാരൺ കർലോ, അതുകൊണ്ട് ഒരു ദുർബല സംസ്കാരവും നമ്മൾ ധാരണ ചെയ്യരുത്. മായ ഭിന്ന ഭിന്ന രൂപസേ കംജോർ ബനാനെ കാ പ്രയാസ് കർത്തി ഹി, മായ വ്യത്യസ്തമായ രൂപങ്ങളിൽ വന്ന് നമ്മളെ ദുർബലരാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കും അല്ലെ. മായയുടെ പ്രയത്നം എന്താണ് അല്ലെ, വ്യത്യസ്തമായ രൂപങ്ങളിൽ വന്ന് നമ്മളെ കൂടുതൽ ദുർബലരാക്കാൻ നോക്കും. ലേക്കിൻ ആപ്പ് മായക്ക് നോളജ്ഫുൾ ഹെ നാ, വാ ആധുരി നോളജ് ഹെ. ബാബ ചോദിക്കാണ്, നിങ്ങൾ മായയുടെ നോളജ്ഫുൾ അല്ലേ, നിങ്ങൾ മായയെ കുറിച്ച് നോളജ്ഫുൾ അല്ലേ, മായയുടെ നോളജ്ഫുൾ അല്ലേ. നിങ്ങൾക്ക് മായ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, മായയുടെ ടെക്സ്റ്റൈലിൽ എന്തെല്ലാം വേഷം ഉണ്ടെന്ന് അറിയാം. അതോ നിങ്ങൾ മായയെ കുറിച്ചുള്ള ജ്ഞാനത്തിന് അർദ്ധജ്ഞാനിയാണോ? നിങ്ങൾക്ക് മായ ശരിക്കും അറിയില്ലേ? അതോ ആ കാര്യത്തിൽ നിങ്ങൾ അർദ്ധജ്ഞാനിയാണോ? യാദ് രഖോ മായ നയ നയ രൂപമേ ആത്തി, നമ്മൾ ഇത് ഓർമ്മയിൽ വെക്കണം, മായ പുതിയ പുതിയ രൂപത്തിൽ വരും. പുരാണേ രൂപമേ നഹി ലേക്കിൻ वो भी जानती कि ये पहचान नहीं. അപ്പൊ പഴയ രൂപത്തിലാണോ മായ വരിക? ഇതുവരെ വന്ന രൂപത്തിലാണോ മായ വരിക? പഴയ രൂപത്തിലല്ല വരിക അല്ലെ. മായ വന്ന, മായ പുതിയ വേഷമായിട്ടാ വരിക. ഇത് മായാന്ന് തിരിച്ചറിയാൻ പറ്റുമോ എന്തോ, കാരണം മായ പുതിയ പുതിയ വേഷങ്ങളിലേ വരുള്ളൂ. ബാത്ത് ബാക്കി ഹോത്തി ലേക്കിൻ രൂപ നയ ധാരൺ കർ ലേത്തെ. നമ്മുടെ ഉള്ളിലുള്ള കുറവ്, നമ്മുടെ ഉള്ളിലുള്ള വികാരം, നമ്മുടെ ഉള്ളിലുള്ള കുറവ്, ആ കുറവ് തന്നെയാ, പക്ഷെ രൂപം മാറുക. മായ നമ്മുടെ മുന്നിലേക്ക് വരുന്നതിന്റെ രൂപം മാറുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ കുറവിനെ മാറ്റാനായിരിക്കും മായ വരുന്നത്, ഒരു പരീക്ഷ വരുന്നത്. പക്ഷെ ബാബ പറയാണ്, മായ പുതിയ പുതിയ വേഷങ്ങളിലേ വരുള്ളൂ. മനസ്സിലായോ? ബാബ ചോദിക്കാൻ, മനസ്സിലായോ? മായ ഏത് രൂപത്തിൽ വേണം വരാം. ടീച്ചേഴ്സ് മായക്കെ നോളജ്ഫുൾ. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മായയുടെ നോളജ്ഫുൾ ആണ്. നോളജ്ഫുൾ അല്ലേ എന്ന് ബാബ ചോദിക്കും. സിർഫ് നോളേജ് നഹി ലേക്കിൻ നോളജ്ഫുൾ. വെറുതെ നോളേജ് മാത്രം ഉണ്ടായാൽ പോരാ, പിന്നെ എന്ത് വേണം? നോളേജ് ഫുൾ. बाप को पहचान लिया, सिर्फ ये नहीं सोचो माया को भी पहचानना है. നമ്മൾ ബാബയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്, മായയെയും നമ്മൾ തിരിച്ചറിയണം അല്ലെ. ഒരിക്കലും നമ്മൾ ഇങ്ങനെ തിരിച്ചറിയരുത്, ബാബയെ തിരിച്ചറിഞ്ഞ ഇനി മായയെയും തിരിച്ചറിയണം. അഭി ബന്ധനമേ ബന്ധ ഗയി ഹോ വാ കഠിൻ ലഗ്താ ഹെ. ഇപ്പോൾ ബന്ധനത്തിൽ നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്നാണോ ഫീൽ ചെയ്യുന്നത്, അതോ കഠിനമാണെന്നാണോ ഫീൽ ചെയ്യുന്നത്? എന്താണ് ഫീൽ ചെയ്യുന്നത്? മീഠാ ബന്ധൻ ലഗ്താ ഹെ തോടാ മുഷ്കിൽ ബന്ധൻ ലഗ്താ ഹെ. മധുരമായ ബന്ധനമാണെന്നാണോ തോന്നുന്നത്, അതോ വളരെ പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള ബന്ധനമാണെന്നാണോ തോന്നുന്നത്? സോച്ചത്തെ ഹോ യഹാ തോ ബഹുത് മർനാ പടേഗ ബാക്കി ബൻ ഗയേ. ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഇവിടെ നമ്മൾ ഒരുപാട് മരിക്കേണ്ടി വരും, കാരണം നമ്മൾ ബാബയുടേതായി. അപ്പൊ ഫിർ ഏ കർണ ഹേ ഏ കർണ ഹേ കഹാ തക് കരേംഗെ അല്ലേ. അപ്പൊ നമ്മൾ ബാബയുടേതായി, ഇനി ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, എപ്പോൾ വരേക്കും ചെയ്യും? അഗർ अगर ये पता होता तो आते ही. ടീച്ചേഴ്സിനോട് പറയും,
ടീച്ചേഴ്സ് പറയും എന്താണ്, ബാബ പറയും നല്ല മൂർച്ചയുള്ള വാളിന്റെ മേലെ കൂടെ നടക്കും. നല്ല മൂർച്ചയുള്ള, അതിപ്പോ ഈ ബ്രാഹ്മണ ജീവിതം മാത്രമൊന്നുമല്ല, ലൗകിക ജീവിതം എന്തു അത് തന്നെയാണ്. വിവാഹം കഴിച്ചു പോകാന്ന് പറഞ്ഞാൽ എന്തു അർത്ഥം? നല്ല മൂർച്ചയുള്ള വാളിന്റെ മേലെ കൂടെ നടക്കണം. പിന്നെ കുറെ ഒരുപോലെ പച്ചമുളക് തരും, നല്ല എരിവുള്ള പച്ചമുളക്, അത് കഴിച്ചോണം മിണ്ടാണ്ട്. എരിയുന്നൊന്നും പറഞ്ഞേക്കരുത് അല്ലേ. പിന്നെ പറയും ഒരല്ല് തലയിട്ടു, ഇനി ഒലക്കയുടെ അടി പേടിച്ചിട്ട് കാര്യം. ഒരല്ല് തലയിട്ടു, ഇനി ഒലക്കയുടെ അടി ഇങ്ങനെ വന്നോണ്ടിരിക്കും. അതിനെ പേടിച്ചിട്ട് കാര്യമുണ്ടോ? തലയോടെ കിടക്കണം ഒരല്ല് അല്ലേ. അത് സമർപ്പിത ജീവിതത്തിൽ പറയും. അത് ലൗകിക ജീവിതത്തിൽ ഇതൊക്കെ തന്നെയാ, സമർപ്പിത ജീവിതത്തിൽ മാത്രമല്ല. കാരണം എന്താ, ഈ സമർപ്പിത ജീവിതത്തിൽ പോയാലും ലൗകിക ജീവിതത്തിൽ പോയാലും 84 ജന്മത്തിന്റെ 63 ജന്മത്തിന്റെ കർമ്മക്കണക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് സമർപ്പിത ജീവിതത്തിൽ പോയാൽ എന്താ, ലൗകിക ജീവിതത്തിൽ പോയാൽ എന്താ, കണക്കെല്ലാം കണക്ക് തന്നെയാണ്. അത് വരും. അതാണ് ഈ ഒലക്കയുടെ അടി. കണക്ക് വരും അല്ലേ. ഈ നെഗറ്റീവായിട്ടുള്ള കണക്കുകൾ തന്നെയാണ്, കർമ്മക്കണക്കുകൾ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ വികർമ്മങ്ങളുടെ കണക്ക് തന്നെയാണ് ഒരു കൂന പച്ചമുളക് അല്ലെങ്കിൽ വാഴത്തലയുടെ മേലെ കൂടെ നടക്കുക എന്ന് പറയും. ഈ കണക്ക് തന്നെ ഇത് വരും അല്ലേ. അതാണ് പറയുന്നത്, എന്തിനെ പേടിക്കുന്നത്, വരുന്നുള്ളത് വന്നേ പറ്റൂ, നേരിട്ടേ പറ്റൂ എന്നുള്ളത് ബാബ പറയും. അപ്പോ അതായത് അല്ലെ, ചില കുട്ടികൾ ചോദിക്കും, ഇപ്പൊ ബാബ ടീച്ചേഴ്സിനോടാണല്ലോ സംസാരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഒരുപാട് മരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് സഹിക്കണം, ഒരുപാട് ക്ഷമിക്കണം അല്ലേ, മരിക്കണം. ബാബയുടേതായി മാറി. അപ്പൊ ഫിർ ഏ കർണാകെ ഏ കർണേ കഹാൻ തക്ക് കരേങ്കെ അല്ലേ. അപ്പൊ ഇനി ഇത് ചെയ്യണം അത് ചെയ്യണം, എത്ര നാൾ വരെ ചെയ്യും? അഗർ ആപ്കോ അല്ലേ, അയ്യോ ഇത് നേരത്തെ അറിയായിരുന്നെങ്കിൽ വരത്തേ ഇല്ലായിരുന്നു. ചില കുട്ടികൾ എന്താ പറയുന്നത്, ചില ടീച്ചേഴ്സ് എന്താ പറയുക, ഇത് നേരത്തെ അറിയായിരുന്നെങ്കിൽ വരത്തേ ഇല്ലായിരുന്നു അല്ലെ. ഏസാ സോച്ച് ചലത്താ ഹേ, അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ബാബ ചോദിക്കുകയാണ്. ജഹാൻ പ്യാർ ഹേ വഹാ കോയി മുഷ്കിൽ അല്ലേ. ബാബയോട് അത്രയും സ്നേഹമുണ്ട് എങ്കിൽ പിന്നെ എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും അതൊരു ബുദ്ധിമുട്ടാണോ അല്ലേ. ബാബയെ നമ്മൾ അത്രയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. പതങ്കാവി ക്ഷമാപ്പർ കുർബാൻ ഹോ ജാത്താ ഹേ. ബാബ പറയാണ്, യാമ്പാറ്റ ആ ദീപത്തിൽ വന്ന് സ്വയം ബലിയാകും. ആപ്പ് ശ്രേഷ്ഠ ആത്മായെ പരമാത്മ പ്യാർ കെ പീछे മുഷ്കിൽ അനുഭവ കർ സക്തി ഹോ ക്യാ. അതുപോലെ നമ്മൾ ശ്രേഷ്ഠ ആത്മാക്കൾ പരമാത്മ സ്നേഹത്തില് അല്ലെ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടിന്റെ അനുഭവം ചെയ്യുന്നുണ്ടോ? ബാബ ചോദിക്കാൻ, നമ്മൾ ശ്രേഷ്ഠ ആത്മാക്കൾ പരമാത്മ സ്നേഹത്തിന്റെ പുറകെ എന്തെങ്കിലും ബുദ്ധിമുട്ടിന്റെ അനുഭവം ചെയ്യുന്നുണ്ടോ? ജബ് പർവാന കുർബാൻ ഹോ സക്താ ഹേ തോ ആപ് ക്യോ നഹീ കർ സക്തേ. ഒരു ഈയാമ്പാറ്റയ്ക്ക് ആ ദീപത്തിൽ സ്വയം ബലിയാകാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അല്ലെ ആ പരമാത്മ സ്നേഹത്തിൽ സ്വയം ബലി കഴിക്കാൻ സാധിക്കില്ല? ബാബയിൽ എന്തുകൊണ്ട് സ്വയം ബലിയാകാൻ കഴിയില്ല? ജിസ് കടി മുഷ്കിൽ അനുഭവ ഹോത്താ ഹേ തോ ജരൂർ പ്യാർ കി പെർസെന്റേജ് മേ അന്തർ ഹോ ജാത്ത അല്ലെ. ബഗരി പാർട്ട് വന്ന സമയത്ത് എത്ര കന്യകമാര്, എത്ര പേര് യജ്ഞത്തിൽ തിരിച്ചോടിപ്പോയി, തിരിച്ച് അവരവരുടെ ലൗകിക വീട്ടിൽ പോയി. കാരണം ബഗരി പാർട്ട് എന്നും ബഗരി പാർട്ടാണ് അല്ലല്ലോ. കാരണം എല്ലാവരും വലിയ വലിയ സമ്പന്ന കുടുംബത്തിൽ നിന്ന് എന്താണ്, ഇഷ്ടം പോലെ എല്ലാം ഉണ്ട്, എല്ലാത്തിന്റെ നിറവിൽ വന്നതാണ്. പക്ഷെ അവർക്ക് ദാരിദ്ര്യത്തിന്റെ പാർട്ട് വന്നപ്പോഴേക്കും അത് പറ്റുന്നില്ല. ഇനി ഇങ്ങനെയായിരിക്കും വിചാരിച്ചു. ബ്രഹ്മബാബയുടെ സമ്പത്തെല്ലാം തീർന്നല്ലോ, ബ്രഹ്മബാബ സമർപ്പിച്ചതെല്ലാം തീർന്നല്ലോ, അപ്പൊ ഇനി കണക്കായിരിക്കും, എന്നും ദാരിദ്ര്യമായിരിക്കും അവര് വിചാരിച്ചു, അവര് ഓടിപ്പോയി. പക്ഷെ നഷ്ടമാർക്ക്, അതിന്ന് വളർന്നു വന്ന കുട്ടികളല്ലേ ഗാദിമാരായത് അല്ലേ. ബാബ കഴിഞ്ഞ നെക്സ്റ്റ് സ്ഥാനത്തേക്ക് അവർക്ക് വരാൻ പറ്റില്ലേ? ബാബയുടെ ഏറ്റവും സമീപ രത്നങ്ങളാകാൻ അവർക്ക് സാധിച്ചില്ലേ അല്ലെ. ഉയർന്ന രാജ്യ പദവിയുടെ അധികാരികളാകാൻ അവർക്ക് സാധിച്ചില്ലേ അല്ലേ. അപ്പൊ ആരാണോ അതെല്ലാം എന്ത് വന്നാലും ഏത് പരിസ്ഥിതിയിലും പിടിച്ചു നിന്നത് അവർക്കല്ലേ വിജയം ഉണ്ടായത്. അപ്പൊ ബാബയോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒന്നും ബുദ്ധിമുട്ടില്ല. ബാബയുടെ അത്ര ആഴത്തിലുള്ള സ്നേഹം കൊണ്ട് അവിടെ ബുദ്ധിമുട്ടിന്റെ അനുഭവം ഇല്ല. ജബ് പർവാന കുർബാൻ ഹോ സക്താ ഹേ തോ ആപ് ക്യാ നഹീ കർ സക്തി. ഒരു ഈയാമ്പാറ്റയ്ക്ക് ബലിയാകാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയാത്തത്? ജിസ് ഗടി മുഷ്കിൽ അനുഭവ ഹോത്താ ഹേ തോ ജരൂർ പ്യാർ കി പെർസെന്റേജ് മേ അന്തർ ആ ജാത്താ ഹേ. എപ്പോഴെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ട് എന്നുള്ളത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ബാബയുള്ള സ്നേഹത്തിൽ അന്തരം ഉണ്ടായി എന്നർത്ഥം. എപ്പോഴെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടിന്റെ അനുഭവം ഉണ്ടാകുകയാണെങ്കിൽ ബാബയുള്ള സ്നേഹത്തിലെ പെർസെന്റേജിൽ അന്തരം ഉണ്ടായി. ഇസ്ലിയേ കുछ समय मुश्किल लगता है
അതുകൊണ്ടാണ് ചില സമയം നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അഗർ ഹോവേ ഹി മുഷ്കിൽ തോ സദാ മുഷ്കിൽ ലഗ്നാ ചാഹിയെ. അല്ലെ, ബാബ പറയാണ് ഇസ്ലിയെ കുറിച്ച് സമയം മുഷ്കിൽ ലഗ്താ ഹെ. അപ്പൊ സ്നേഹത്തിൽ അന്തരം വന്നതുകൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്. അഗർ ഹോവേ ഹി മുഷ്കിൽ തോ സദാ മുഷ്കിൽ ലഗ്നാ ചാഹിയെ. ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ എപ്പോഴും ബുദ്ധിമുട്ട് തോന്നണ്ടേ? ബാബയുള്ള സ്നേഹത്തിൽ അന്തരം വന്നതുകൊണ്ടാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്, അല്ലെ? അല്ലെങ്കിൽ സദാ ബുദ്ധിമുട്ട് അനുഭവപ്പെടണമായിരുന്നു. കബി കബി ക്യൂ മുഷ്കിൽ ലഗ്താ ഹെ. ഇടയ്ക്കിടയ്ക്ക് മാത്രം എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്? സദാ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ലല്ലോ. परमात्मा और आपके बीच में कोई बात आ जाती है इसलिए मुश्किल लग जाती. നമ്മളുടെയും ബാബയുടെയും ഇടയ്ക്ക് മായ വരുന്നത് കൊണ്ടാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ബാബയുടെ അത്രയും ആഴത്തിലുള്ള സ്നേഹത്തിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളോടും ബാബയോടും നമ്മുടെയും ബാബയുടെയും ഇടയില് എന്തൊക്കെയോ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഓർ പെർസെന്റേജ് മേ ഫറക് പട് ജാതാ ഹൈ. അവിടെ പിന്നെ പെർസെന്റേജിൽ വ്യത്യാന്തരം ഉണ്ടാകും, സ്നേഹത്തിന്റെ പെർസെന്റേജിൽ അന്തരം ഉണ്ടാകും. वो बीच से निकाल दो तो सहज हो जाए. നമ്മുടെയും ബാബയുടെ ഇടയ്ക്ക് വന്ന മായ ഉണ്ടല്ലോ, ആ മായയെ അവിടുന്ന് എടുത്ത് മാറ്റിയാൽ എല്ലാം ശരിയാവും. ബാപ് ദാദാ സദാ कहते हैं टीचर्स अर्थात सदा स्वयं हिम्मत में रहने वाली. അല്ലെ, ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? സദാ സ്വയം ധൈര്യത്തോടു കൂടി ജീവിക്കുന്നവൾ. तो दूसरों को हिम्मत देने के निमित्त बनने वाली. മറ്റുള്ളവർക്കും ധൈര്യം പകർന്നു കൊടുക്കാൻ നിമിത്തമാകുന്നവൾ. नहीं तो टीचर बनी क्यों? അല്ലെ, ബാബ പറയാണ് സ്വയം ധൈര്യത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവർക്ക് ധൈര്യം പകർന്നു കൊടുക്കാനും നിമിത്തമാകാൻ കഴിയുന്നില്ല, പിന്നെ എന്തിനാ ടീച്ചർ ആയത് എന്ന് ബാബ ചോദിക്കുക. ടീച്ചർ മാനാകി സ്റ്റുഡന്റിക്ക് നിമിത്ത്. ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിമിത്തമായിട്ടുള്ളവരാണ്. കംജോർക്കോ ഹിമ്മത്ത് ദേ ആകെ ബഡാനയ്ക്ക് സേവാക്കെ നിമിത്ത ഹോ. ദുർബലരായവർക്ക് ധൈര്യം നൽകി അവരെ മുന്നോട്ട് നയിക്കാനുള്ള സേവയിൽ നിമിത്തമായിരിക്കുന്നവർ. സഫൽ ടീച്ചർക്ക് പഹലി നിശാനി ഹെ യേ ഹോഗി. സഫലതയുള്ള ടീച്ചറുടെ ആദ്യത്തെ അടയാളം തന്നെ വോ കഭി ഹിമ്മത്ത് ഹി നഹി ബനേഗി. അവരൊരിക്കലും ധൈര്യം ചോർന്നു പോയവരാകില്ല, ധൈര്യം നഷ്ടപ്പെട്ടവരാകില്ല. ദൂസരോക്കോ ഭി നഹി ദേംഗെ. മറ്റുള്ളവരെയും ധൈര്യമില്ലാത്തവരാകാൻ അനുവദിക്കില്ല, അല്ലെ? മറ്റുള്ളവരും ധൈര്യമില്ലാത്തവരാകാൻ അവര് അനുവദിക്കുന്നില്ല. അച്ഛാ, चारों ओर के हिम्मत बच्चे मददे बाप के अधिकार को അനുഭവ करने वाले. നാനാഭാഗത്തും ധൈര്യമുള്ള കുട്ടികൾക്ക് ബാബയുടെ സഹയോഗം ലഭിക്കും. ധൈര്യമുള്ള കുട്ടികൾക്ക് ബാബയുടെ സഹയോഗം ലഭിക്കും. ഈ അധികാരം സ്വയത്തിൽ അനുഭവം ചെയ്യുന്ന കുട്ടികൾ സദാ സ്വരാജ്യക്ക് ശക്തിയോ കോ ഹർ സമയ പ്രമാൺ പ്രയോഗമേ ലാനെ വാലെ. സദാ സ്വരാജ്യത്തിന്റെ ശക്തികളെ ഓരോ സമയത്തും പ്രയോഗത്തിൽ കൊണ്ടുവരുന്നവർ. സദാ ബാപ്പ് ഓർ സർവ ആത്മാവും കെ അട്ടൂട്ട് സ്നേഹി. സദാ ബാബയുടെയും സർവ ആത്മാക്കളുടെയും ഉറിയാത്ത നിരന്തരമായ സ്നേഹി. സദാ ഹർ കാര്യമേ സംബന്ധ സമ്പർക്കമേ വാഹ ഗീത് ഗാനെ വാലി. സദാ ഓരോ കാര്യത്തിലും സംബന്ധ സമ്പർക്കത്തിലും ആഹ ആഹ എന്ന ഗാനം പാടുന്ന ഏസേ ഓൾമൈറ്റി അതോറിറ്റി ബച്ചോ. അങ്ങനെയുള്ള ഓൾമൈറ്റി അതോറിറ്റി കുട്ടികൾക്ക് ബാപ്ദാദാ കാ യാദ് പ്യാർ ഓർ നമസ്തേ. ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും നമസ്തേ. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को नमस्ते. वरदानम. प्लेन बुद्धि बन सेवा के प्लान बनाने वाले यഥാർത്ഥ സേവാദാരി ഭവ. പ്ലെയിൻ ബുദ്ധിയുള്ളവരായി സേവനത്തിന്റെ പ്ലാനുകൾ നിർമ്മിക്കുന്ന യഥാർത്ഥ സേവാദാരിയായി ഭവിച്ചു. യഥാർത്ഥ സേവാദാരി ഭവ. യഥാർത്ഥ സേവാദാരി എന്നാൽ സ്വയത്തിന്റെയും സർവരുടെയും സേവ ഒപ്പം ചെയ്യും. യഥാർത്ഥ സേവാദാരി എന്നാൽ സ്വയത്തിന്റെയും സർവരുടെയും സേവ ഒപ്പം ചെയ്യും.
സർവരുടെയും സേവ ഒപ്പം ചെയ്യും. സ്വയത്തിന്റെ സേവയിൽ സർവരുടെയും സേവ അടങ്ങിയിട്ടുണ്ട്. സ്വയത്തിന്റെ സേവയിൽ സർവരുടെയും സേവ അടങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ സേവ ചെയ്യൂ, മറ്റുള്ളവരുടെ സേവ ചെയ്തും സ്വന്തം സേവയിൽ അലസരായിരിക്കുക. മറ്റുള്ളവരുടെ സേവ ചെയ്യുന്നു, സ്വന്തം സേവയിൽ അലസരായിരിക്കുന്നു. മറ്റുള്ളവരുടെ സേവ ചെയ്യുന്നു, സ്വന്തം സേവയിൽ അലസരായിരിക്കുന്നു. അങ്ങനെയല്ല. പ്ലെയിൻ ബുദ്ധി എന്നാൽ ഒരു കാര്യവും ബുദ്ധിയെ സ്പർശിക്കുന്നില്ല. പ്ലെയിൻ ബുദ്ധി എന്നാൽ ഒരു കാര്യവും ബുദ്ധിയെ സ്പർശിക്കുന്നില്ല. പ്ലെയിൻ ബുദ്ധി എന്നാൽ ഒരു കാര്യവും ബുദ്ധിയെ സ്പർശിക്കുന്നില്ല. നിമിത്ത ഭാവവും വിനയഭാവവും അല്ലാതെ പരിധിയുള്ള പേരും പരിധിയുള്ള പ്രശസ്തിയും ഇല്ല. വിനയം. പരിധിയുള്ള പേരും പരിധിയുള്ള പ്രശസ്തിയുമല്ല ഇല്ല വിനയം. പരിധിയുള്ള പേരും പരിധിയുള്ള പ്രശസ്തിയും വിനയം. ഇതാണ് ശുഭഭാവനയുടെയും ശുഭമായ ആഗ്രഹങ്ങളുടെയും ബീജം. ഇതാണ് ശുഭഭാവനയുടെയും ശുഭമായ ആഗ്രഹങ്ങളുടെയും ബീജം. സ്ലോഗൻ: ജ്ഞാനദാനത്തോടൊപ്പം ഗുണദാനം ചെയ്യൂ. ജ്ഞാനദാനത്തോടൊപ്പം ഗുണദാനം ചെയ്യും. ജ്ഞാനദാനത്തോടൊപ്പം ഗുണദാനം ചെയ്യും. അപ്പോൾ സഫലത ലഭിച്ചു. ബാബ പറഞ്ഞത് പ്ലെയിൻ ബുദ്ധിയുള്ളവരായി സേവനത്തിന്റെ പ്ലാനുകൾ നിർമ്മിക്കുന്ന യഥാർത്ഥ സേവാധാരി ഭവൻ. യഥാർത്ഥ സേവാധാരി എന്ന് പറഞ്ഞാൽ സ്വയത്തിന്റെയും സർവരുടെയും സേവ ഒപ്പം ചെയ്യുന്നവരാണ്. സർവരുടെയും സ്വയത്തിന്റെയും സേവ ഒപ്പം ചെയ്യുന്നവർ. ബാബ പറയുന്നത് സ്വയത്തിന്റെ സേവയിൽ സർവരുടെയും സേവ അടങ്ങിയിട്ടുണ്ട് അല്ലെ. അങ്ങനെയല്ല മറ്റുള്ളവരുടെ സേവ നമ്മൾ ചെയ്യുന്നു, സ്വയം നമ്മുടെ സ്വന്തം പുരുഷാർത്ഥത്തിൽ നമ്മൾ അലസരായിരിക്കുന്നു അല്ലെ. അങ്ങനെയല്ല. ബാബ പറയുന്ന സേവയും അത് ഞാൻ പറഞ്ഞിരുന്നു. ആ ഒരു വരി പറഞ്ഞ സംശയം. സേവയും യോഗവും ഒപ്പമായിരിക്കണം. പറഞ്ഞില്ലേ? സേവയും യോഗവും ഒപ്പമായിരിക്കണം അല്ലെ. എന്ന് വെച്ചാല് കർമ്മയോഗി ആയിരിക്കണം സേവയില്. ഇസ്ലിയെ പ്ലെയിൻ ബുദ്ധി അല്ലെ. അതുകൊണ്ട് ബാബ പറഞ്ഞത് പ്ലെയിൻ ബുദ്ധി ഉള്ളവരായിട്ട് സേവനത്തിന്റെ പ്ലാനുകൾ നിർമ്മിക്കൂ. പ്ലെയിൻ ബുദ്ധി എന്നാൽ ഒരു കാര്യവും, അതായത് നിമിത്ത ഭാവവും വിനയഭാവവും അല്ലാതെ മറ്റു ഒരു കാര്യവും നമ്മുടെ ബുദ്ധിയെ സ്പർശിക്കരുത് അല്ലെ. പ്ലെയിൻ ബുദ്ധി എന്ന് പറഞ്ഞാൽ അതാണ്. നിമിത്തഭാവവും വിനയഭാവവും അല്ലാതെ മറ്റൊരു കാര്യവും നമ്മുടെ ബുദ്ധിയെ സ്പർശിക്കരുത് അല്ലെ. ഒരിക്കലും സേവയിൽ നമുക്ക് പരിധിയുള്ള പേരോ പ്രശസ്തിയോ നമ്മൾ ആഗ്രഹിക്കരുത്. പകരം വിനയം അല്ലെ, അതേ നമുക്ക് ഉണ്ടാകാവൂ.
ഈ ശുഭഭാവനയും ശുഭമായ ആഗ്രഹം അല്ലെ, ബാബ പറയുന്നത് ഇതാണ് ശുഭഭാവനയുടെയും ശുഭമായ ആഗ്രഹത്തിന്റെയും ബീജം എന്ന് പറയുന്നത് ഇതാണ്. എന്നുവെച്ചാൽ നമ്മുടെ ആ പ്ലെയിൻ ബുദ്ധിയാണ്. സ്ലോഗൻ ജ്ഞാനധനത്തോടൊപ്പം ഗുണദാനം ചെയ്യും. എന്നുവെച്ചാൽ മറ്റുള്ളവർക്ക് നമ്മൾ ഈ ജ്ഞാനം പകർന്നു കൊടുക്കുമ്പോൾ നമ്മൾ സ്വയം ഗുണങ്ങളുടെ ആ എന്താണ് നിറയെ ഗുണങ്ങൾ നിറഞ്ഞ വ്യക്തിത്വത്തോടു കൂടി വേണം നമ്മൾ ആ ജ്ഞാനം പകർന്നു കൊടുക്കാൻ. കാരണം ജ്ഞാനത്തിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഗുണങ്ങളുടെ ധാരണ വേണം അല്ലെ, നമ്മളുടെ കർമ്മങ്ങളിലെ ഗുണങ്ങൾ നിറഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ അത്രയും ഗുണങ്ങളുടെ ധാരണ സ്വയം ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ജ്ഞാനദാനം നൽകുന്നതിന്റെ കൂടെ നമ്മുടെ കർമ്മത്തിലൂടെ ഗുണദാനവും ഓട്ടോമാറ്റിക്കലി നടക്കുന്നു. ജ്ഞാനദാനം ചെയ്യുമ്പോഴും നമുക്ക് ഗുണങ്ങളുടെ ദാനം ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഈ ജ്ഞാനം പകർന്നു കൊടുക്കുമ്പോൾ എത്ര ആത്മാർത്ഥമായി, എത്ര സ്നേഹത്തോടെ, എത്ര സന്തോഷത്തോടെ, എത്ര ഉത്സാഹത്തോടെ അല്ലേ എല്ലാം നമ്മളത് മനസ്സിലാക്കി കൊടുക്കുന്ന അതും അവിടെ ഗുണങ്ങളാണ് പ്രതിഫലിക്കുന്നത്. അപ്പൊ ബാബ പറയുന്നത് ഗുണങ്ങളുടെ ധാരണയും നമുക്ക് ഒപ്പം വേണം. അപ്പൊ ജ്ഞാനദാനത്തിന്റെ കൂടെ നമ്മുടെ വ്യക്തിത്വത്തിലൂടെ നമുക്ക് ഗുണങ്ങളുടെയും ദാനം ചെയ്യാൻ സാധിക്കുന്നു. അപ്പോഴാണ് നമുക്ക് സഫലത ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.